പ്രിയപ്പെട്ട അധ്യക്ഷൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് പി.കെ. പുഷ്പാങ്കദൻ ചേട്ടൻ, ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കൂടിയുള്ള പ്രിയപ്പെട്ട പി.ആർ. സത്യൻ, ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവിടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മനോഹരൻ ചേട്ടൻ, ചെറുപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറും ചെറിയതേക്കാനം ഗ്രാമീണ വായനശാലയുടെ അഡ്വോട്ട് കമ്മിറ്റിയുടെ രക്ഷാധികാരിയുമായിട്ടുള്ള കെ.ജി. ഗോപിനാഥൻ പിള്ള, നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹനൻ കെ, സെക്രട്ടറി ജിനേഷ്, നമ്മുടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാലയുടെ സെക്രട്ടറി എ.വി. പ്രദീപ്, നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രാസംഗികൻ ആയിട്ടുള്ള ചരിത്രകാരനും ചെങ്ങനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകനൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ജോബി വർഗീസ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് എന്നും അഭിമാനിക്കാവുന്ന കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന നവോത്ഥാന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തലുകൾക്കിലൂടെ എന്നും വായിക്കുന്ന പ്രിയപ്പെട്ട കൃഷ്ണപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിനൊപ്പം നീങ്ങിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള വായനശാല, അദ്ദേഹത്തിന് 125ാമത് ജന്മവാർഷിക ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടിയാണ് നോർത്ത് അടുവാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാല നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ വാർഡുകളിലും ഇത്തരത്തിലുള്ള കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കൃഷ്ണപിള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ സാഹിത്യ ശാഖയ്ക്ക് ഒരു വിമർശനാത്മകമായ നിരൂപണ ശാഖ തുറന്നു കൊടുത്ത വലിയ ഒരു മനുഷ്യനായിരുന്നു. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നിട്ടുള്ള വ്യവസ്ഥിതികൾക്കെതിരെ തൂലിക കൊണ്ട് വലിയ പോരാട്ടം നടത്തിയ മനുഷ്യനായിരുന്നു. അധ്യാപകനായിരുന്നു, വിമർശകനായിരുന്നു. അതോടൊപ്പം തന്നെ ഡെസ് ക്യാപിറ്റൽ മിച്ചമൂലധനം എന്ന വലിയ ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മഹത് വ്യക്തി കൂടിയാണ് കൃഷ്ണപിള്ള. അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് മറ്റൊരു എന്ന് വെച്ചാൽ, നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ചെറിയതേക്കാനം ഗ്രാമീണ വായനശാലയുടെ ഒരു ആരംഭം കൂടിയാണ് ഈ പരിപാടി എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു ഗ്രാമത്തിനകത്ത് പെരിയാറും ചാലക്കുടിയാറും എല്ലാം നമ്മുടെ തീരങ്ങൾ പൂവണിഞ്ഞുകൊണ്ട് ഒഴുകുമ്പോൾ അവിടെ അതിനകത്തൊരു വായനശാല വേണമെന്നുള്ളൊരു ആഗ്രഹം കുറച്ചു നാളുകളായി നമ്മൾ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള എം ആർ സുരേന്ദ്രൻ അദ്ദേഹം ഇന്നും ഇവിടെ ഒരു വായനശാല തുടങ്ങണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും കൂടി ചടുലമായിട്ട് വരുന്നത് നമ്മുടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാലയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപേട്ടൻ ഇവിടെ നേരിട്ട് വന്ന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ആ വായനശാല തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ തുടക്കം കുറിക്കുന്നതിന് ഒരു അഡ്വോട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ സെക്രട്ടറി ആയിട്ട് ജിനേഷ് ചേട്ടനെയും പ്രസിഡന്റായിട്ട് മോഹൻ ചേട്ടനെയും തെരഞ്ഞെടുത്തത്. ഒരു വായനശാല എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ ഒരു കണ്ണാടിയായി മാറേണ്ടതാണ്. നമ്മുടെ ഗ്രാമത്തിന് അതൊരു അനുഗ്രഹമായി മാറുന്ന തരത്തിൽ അതിനെ മാറ്റി തീർക്കണമെന്നുള്ളതാണ് അതിന്റെ ആദ്യ കമ്മിറ്റിയുടെ അംഗം എന്നുള്ള രീതിയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം
ഇന്ന് കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ ചെറുപ്പത്തെ കൊച്ചുകുട്ടികളെ ഭാവിയുടെ നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു പേരും പ്രസക്തിയും ലോകം മുഴുവൻ അറിയിക്കുന്ന തരത്തിൽ അവരുടെ വ്യക്തിത്വം വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു വായനശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ വായനശാല തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിന് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഏകദേശം 185ഓളം വരുന്ന കുടുംബങ്ങൾ വസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് നമ്മുടേത്. കൃഷിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കൃഷിയാണ്. കർഷകരില്ലാത്ത കുടുംബം തന്നെ വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തില് ഓരോ വീട്ടിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഭാവിയിൽ ഉണ്ടാകണമെന്ന് നമ്മൾ സ്വപ്നം കാണുന്നു. രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം നിയന്ത്രിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഈ ചെറിയ കാലത്ത് ഉണ്ടാവണം. IAS ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ പോലുള്ളവർ ഈ ചെറിയ കാലത്ത് ഉണ്ടാവണമെന്ന് നമ്മൾ സ്വപ്നം കാണുകയാണ്. ഒന്നോളം സ്വപ്നം കണ്ടാലാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നുള്ള സിനിമ ഡയലോഗ് പോലെ മഹത്തായ ഒരു സ്വപ്നത്തിന്റെ പുറകിലാണ് ഈ ഗ്രാമീണ വായനശാല കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും നിസ്സീമമായ നന്ദിയും സഹകരണവും ഞങ്ങൾ ഇന്നലെ തന്നെ വീടുകൾ കയറി പറഞ്ഞപ്പോൾ തന്നെ പുസ്തകങ്ങൾ 1000 പുസ്തകങ്ങൾ ഉണ്ട് എങ്കിലാണ് നമ്മുടെ വായനശാല ലൈബ്രറി കൗൺസിലിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനകം തന്നെ നമുക്കൊരു 250ഓളം പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ഈ യോഗത്തിന് തന്നെ വരാൻ പറഞ്ഞപ്പോൾ അതിനെ വരുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോ കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് നിലവിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയും പലരും പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഗ്രാമത്തിന്റെ വരും തലമുറയ്ക്ക് വലിയ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നല്ലൊരു ഇടപെടൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട പുഷ്പാങ്കദൻ ചേട്ടനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗം വീട്ടുമുറ്റ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട PR സത്യൻ ചേട്ടനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ചെങ്ങമനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ചരിത്രാധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീ ജോബി വർഗീസ് ആണ്. സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ മനോഹരൻ ചേട്ടൻ സ്വന്തം വീട്ടിലൊരു കല്യാണം കൂടി ഉണ്ടായിട്ട്, അതായത് ഭാര്യയുടെ വീട്ടിൽ കല്യാണം കൂടി ഉണ്ടായിട്ട് അതിന് പോവാതെയാണ് ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ സന്നിധനായിട്ടുള്ള നമ്മുടെ ചെറുപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറും നമുക്ക് ചെറിയതേക്കാലത്തൊരു വായനശാല തുടങ്ങണം എന്ന് പറയുമ്പോൾ കെട്ടിടം അത്യന്താപേക്ഷിതമാണ്. അതിന് ആവശ്യമായുള്ള തന്റെ കെട്ടിടം തരികയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഗ്രാമീണ വായനശാലയുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഗോപിനാഥൻ പിള്ളയെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വായനശാലയുടെ അഡ്വോക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജിനേഷ് ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹനൻ ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറ്റിപ്പുഴ ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു വായനശാല തുടങ്ങുന്നതിന് എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന പ്രദീപ് ചേട്ടനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പെരുമ്പാവൂര് സ്ഥിതി ചെയ്യുന്ന കുന്നത്തനാട് താലൂക്ക് ലൈബ്രറിയുടെ പ്രവർത്തകയും അതോടൊപ്പം തന്നെ അവിടെ സ്റ്റാഫ് കൂടിയായിട്ടുള്ള നമ്മുടെ ശോഭ ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശോഭ ചേച്ചിയെ ഏവർക്കും വേണ്ടി സ്വാഗതം
ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തകനും നമ്മുടെ മുൻ കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ മുൻ 8ാം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ തോമസ് ഏട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ചെറുകിതക്കാനം നിവാസികളെയും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും ഏവരെയും ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, 2016 ഞങ്ങള് 16-17 കാലഘട്ടത്തിലാണ് ഞങ്ങളൊരു വായനശാല വടക്കേ ഭാഷയിൽ ആരംഭിക്കുന്നത്. ഗ്രാമീണ വായനശാല എന്നുള്ള പേരിൽ ഞങ്ങളത് ആരംഭിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന നാമധേയം ജന്മം കൊണ്ട് കുറ്റിപ്പുഴയെയും കർമ്മം കൊണ്ട് ആലുവയെയും ധന്യമാക്കിയ ഒരു മഹാപുരുഷനാണ് അദ്ദേഹം. ഇന്ന് നാട്ടിൽ വിസ്മൃതനായിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നാമധേയം പുനരുദ്ധരിച്ച് ഈ നാടിന്റെ ഒരു കെടാവിളക്കായി അദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ദൗത്യം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാല ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കുന്നുകര പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇതുപോലെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കുറ്റിപ്പുഴയെ പരിചയപ്പെടുത്തി 2025 ഓഗസ്റ്റ് 1-ാം തീയതി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു അവാർഡ് ഇവിടുന്ന് കൊടുക്കണം, ഇവിടുന്ന് ആരംഭിക്കണം എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരു സൊവനീർ കുറ്റിപ്പുഴയെ സംബന്ധിക്കുന്ന കുന്നുകര പഞ്ചായത്തിനെ സംബന്ധിക്കുന്ന മുഴുവൻ ഡാറ്റകളും ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് ഒരു സൊവനീർ പ്രസിദ്ധീകരിക്കുക. അതുപോലെ ഡോക്യുമെന്ററി, മുൻപ് പല ഡോക്യുമെന്ററികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും വിപുലമായി ഒന്ന് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് വായനശാല ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചു പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രത്യയശാസ്ത്രത്തെ മലയാളികൾക്ക് സ്വന്തം ഭാഷയിൽ പരിചയപ്പെടുത്തിയ മഹാനാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അതെല്ലാം നമുക്ക് അറിയാം. പിന്നെ സോവിയറ്റ് ലാൻഡ് അവാർഡ്, സാഹിത്യ അക്കാദമി ചെയർമാൻ തുടങ്ങിയ മേഖലകളിൽ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ അത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ് നാം കണ്ടെത്തേണ്ടത് കാര്യം. സാദപ്രാസംഗം പറഞ്ഞാൽ IAS IPS ഒന്നും അല്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക, മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുക, ഒരു മനുഷ്യനായി നിൽക്കുക എന്നുള്ളതാണ് ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ആ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട, എല്ലാവർക്കുമായി ഏറ്റെടുക്കേണ്ട, ആയിത്തീരേണ്ട ഒരു പ്രധാന കാര്യം. IAS IPS ഒക്കെ നമ്മൾ പഠിച്ച് നേടാവുന്നവർ നേടട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അതിനുള്ള വേദികൾ നമ്മൾ ഒക്കെയാണ്. ഇത്തരം കാര്യങ്ങളെ മാത്രമാണ് ഈ വായനശാല കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ചെറിയ കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് ഈ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലേക്കും എല്ലാ മേഖലകളിലേക്കും വളർത്തിയെടുക്കണം എന്നുള്ള തീരുമാനം കൊണ്ടുമാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. ഇത് 5ാമത്തെ വീട്ടുമുറ്റ സദസ്സാണ്. ഏതാണ്ട് ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏറെക്കുറെ എല്ലാ വാർഡുകളിലും ഞങ്ങൾ കടന്ന് എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് ശ്രീ PR സത്യൻ അവരാണ്. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സമിതി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനും വായനശാലയുടെ പ്രസിഡന്റുമായ ശ്രീ VK പുഷ്പാങ്കരൻ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ചെങ്ങനാട് ഹൈസ്കൂളിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ ജോബി മാഷ്, വേദിയിലുള്ള കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വാർഡംഗം കൂടിയായ മനോഹരൻ, വായനശാലയുടെ ഭാരവാഹികളായി ചുമതലയേൽക്കാൻ പോകുന്ന പ്രിയപ്പെട്ട മോഹനൻ, ജിനീഷ്, കുന്നത്തുനാട് ലൈബ്രറി കൗൺസിലിന്റെ ജീവനക്കാരി കൂടിയായ ശോഭന, ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾ കൂടും ഭാവവും നൽകുന്ന പ്രിയപ്പെട്ട പ്രദീപ്, സ്നേഹം നിറഞ്ഞവരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുത്തിരുന്നില്ല. വളരെ ക്രിയാത്മകവും ചിന്തോദീപ്തവുമായ ഒരു പ്രസംഗം എനിക്ക് ശേഷം വളരെ മനോഹരമായി ജോബി മാഷ് ഇവിടെ നടത്തും. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ
125ാമത് ജന്മദിനത്തിൽ എന്തുകൊണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുനർവായന ചെയ്യപ്പെടണം എന്നതിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ തീർച്ചയായും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരൻ എന്നതിലുപരി മലയാള സാഹിത്യത്തിലെ വൈജ്ഞാനിക സാഹിത്യ ശാഖയിൽ നിരൂപണ രംഗത്ത് അനതിസാധാരണമായ ഒരു ചരിത്രം രചിച്ച ഒരാൾ കൂടിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ. നിരൂപണ സാഹിത്യ രംഗത്ത് മാത്രമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിത ബന്ധാവിലെ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഒരു കുറ്റിപ്പുഴക്കാരൻ എന്ന ഒരു ചെറിയ വീക്ഷണത്തോടെയല്ല നമുക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ കാണാൻ കഴിയുക. തന്റെ കൃതികളിൽ ഉടനീളം ജീവിത ദർശനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നിടുക എന്ന സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ പുതിയ കർത്തവ്യ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലെ വിസ്ഫോടനാത്മകമായ സാഹിത്യ രചനകളുടെ പുതിയ രചനാരീതി കൊണ്ട് മലയാളിയെ അമ്പരപ്പിച്ച ഒരാൾ കൂടിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ. ഒരു അധ്യാപകൻ എന്നതിൽ പരുക്കനായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ നടക്കുമ്പോഴും തന്റെ മുന്നിലുള്ള യഥാർത്ഥ ജീവിതത്തെ കാണുവാനും ദർശിക്കുവാനും അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1900 മുതൽ 1971 വരെ നീണ്ടുനിന്ന 7 പതിറ്റാണ്ട് കാലത്തെ തന്റെ ജീവിതത്തിലുടനീളം 5 പതിറ്റാണ്ട് കാലം മലയാള സാഹിത്യത്തിനു വേണ്ടി അദ്ദേഹം നീക്കിവച്ചിരുന്നു എന്നത് തന്നെയാണ് മലയാള സാഹിത്യം വിസ്മരിക്കാനാകാത്ത ചരിത്രേടുകളിലേക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. 1900 ഓഗസ്റ്റ് 1 കുറ്റിപ്പുഴയിൽ തന്നെ ജനിച്ച ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ ഒരു ആളായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. 1922 ആലുവ അദ്വൈതാശ്രമത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനായി അദ്ദേഹം ചേരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഐരൂർ സ്കൂളിലും ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിലുമെല്ലാമായി വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ലാവണം ചെന്നെത്തുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലാണ്. 1922 കേരളത്തിന്റെ നവോത്ഥാന മേഖലയിൽ തന്റെ ജീവിതം കൊണ്ട് പുതിയ ചരിത്രമെഴുതിയ ശ്രീനാരായണ ഗുരുവുമായി അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. മലയാള സാഹിത്യം ഒരുപക്ഷെ വലിയ പരന്ന വായനയുടെ കാലത്തൊന്നുമായിരുന്നില്ല കൃഷ്ണപിള്ള സാർ ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഒരുതരം ഇടത്തരക്കാരന്റെ മനസ്സുകളിൽ മാത്രം വായന ഉണ്ടായിരുന്ന ഒരു കാലം. ആ കാലത്താണ് രചനാരീതി കൊണ്ട് മലയാളത്തെ പരിപോഷിപ്പിക്കപ്പെടുത്തുക എന്ന് മാത്രമല്ല, വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് അന്നേ വരെ നിലനിന്നിരുന്ന, നിരൂപണ സാഹിത്യ രംഗത്ത് അന്നേ വരെ നിലനിന്നിരുന്ന രീതിശാസ്ത്രങ്ങളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് കൃഷ്ണപിള്ള സാർ രചനാ സമ്പ്രദായം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തിന്റെ എക്കാലത്തെയും വിമർശന സാഹിത്യകാരന്മാരിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരാളായി മാറുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിൽ അദ്ദേഹം ഉടനീളം നടത്തിയ വൈജ്ഞാനിക സാഹിത്യ മേഖലയിലെ സംഭാവനകൾ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് മൺമറഞ്ഞു പോയ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അദ്ദേഹം ഒരിക്കൽ കൃഷ്ണപിള്ള സാറിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, ഒരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന പുതുതലമുറയിലെ ആധുനിക മലയാള സാഹിത്യ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന നിരൂപണ സാഹിത്യകാരന്മാരിൽ ഒന്നും അവലംബിക്കാത്ത, ഇല്ലെങ്കിൽ അവലംബിക്കാൻ കഴിയാത്ത വിധത്തിൽ മലയാള സാഹിത്യ രംഗത്ത് പുതിയ ഒരു സന്നിവേശത്വം ഈ നിരൂപണ സാഹിത്യ രംഗത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ വളർത്തിയെടുത്തു എന്നത് തന്നെയാണ്. സി വി ബാലകൃഷ്ണനെ പോലെ, ഇല്ലെങ്കിൽ കവിതാ ബാലകൃഷ്ണനെ പോലെ, മലയാളത്തിൽ കെ.പി. അപ്പനെ പോലെയുള്ള മലയാള സാഹിത്യത്തിലെ നിരൂപണ സാഹിത്യം കൈകാര്യം ചെയ്യുന്നവരെല്ലാം ഒരുപക്ഷെ ഈ മേഖലകളൊന്നും തൊടാനോ, ഇല്ലെങ്കിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ എങ്ങനെയാണ് നിരൂപണ സാഹിത്യ രംഗത്തെ വൈജ്ഞാനിക മേഖലയെ കൈകാര്യം ചെയ്തത് എന്നതുപോലെ ഇന്നേ വരെ കൈകാര്യം ചെയ്യാൻ അവർക്കായിട്ടില്ല എന്നത് തന്നെയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ നിരൂപണ സാഹിത്യ രംഗത്തെ സംഭാവന. ഞാൻ നേരത്തെ പറഞ്ഞു, പരന്ന വായനയുള്ള ഒരു കാലത്തൊന്നും ആയിരുന്നില്ല
കൃഷ്ണപിള്ള സാറിന്റെ സാഹിത്യ സംഭാവനകൾ കേരളം ആദരവോടെ നോക്കിക്കണ്ടത്. കേരളം പരന്ന വായനയിലേക്ക് കടന്നു വരുന്നത് 1980-കളിലാണ്. നമുക്കതറിയാം. അത്രയും കാലം, ഒരുപക്ഷെ 1922 ശേഷം 40-കൾ വരെയുള്ള മലയാളത്തിന്റെ സാഹിത്യ രചനാ രീതി എന്ന് പറയുന്നത് ഒരുതരം മധ്യവർഗത്തിന്റെ കൈകളിൽ മാത്രം ഒതുങ്ങുന്ന വായനാശീലത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്കറിയാം. 80-കളുടെ മധ്യത്തോടെ കേരളത്തിന്റെ അകത്ത് കോട്ടയം പ്രസിദ്ധീകരണങ്ങളുടെ വലിയൊരു സ്വാധീനം മലയാള സാഹിത്യ രംഗത്തുണ്ടായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട കുറേയേറെ ആളുകൾക്കെങ്കിലും അറിയാം. എന്താ കോട്ടയം പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങളുടെ മുമ്പിൽ മലയാള മനോരമ മറന്നുപോയിട്ടുണ്ടാവില്ല. മാതൃഭൂമി അങ്ങനെ ഉള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു. സഖി അങ്ങനെയുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു. കോട്ടയത്ത് നിന്നും ഖണ്ഡസ പ്രസിദ്ധീകരിച്ച ഒരു വാരികയായിരുന്നു പൗരധ്വനി. അങ്ങനെ ഖണ്ഡശയായി നോവലുകളും അതുപോലെ തന്നെ സാഹിത്യ കൃതികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ശേഖരം തന്നെ മലയാളികളുടെ വീട്ടുപടിക്കലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും വന്നെത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മലയാളി പൈപ്പിൻ ചോട്ടിലും വീടിന്റെ മുറ്റത്തും ഉമ്മറക്കോലായിലും അകത്തളങ്ങളിലുമെല്ലാം 10ാം ക്ലാസ് വരെയെങ്കിലും കൂട്ടി അവരെ അവിടെ വരെയെങ്കിലും എത്തിയ കുട്ടികളും ഇല്ലെങ്കിൽ അന്നത്തെ തലമുറയും ഒക്കെ മംഗളത്തെയും മലയാള മനോരമയെയും പൗരധ്വനിയെയും സഖിയെയും ഏറെ സ്നേഹിച്ചിരുന്നത്. കാരണം അന്ന് വരെ ഇല്ലാതിരുന്ന നോവലുകൾ കേരളത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വായനക്കാരന്റെ ആസ്വാദന തലങ്ങളെ ഒരു പ്രത്യേക തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഈ കോട്ടയം പ്രസിദ്ധീകരണങ്ങൾക്കായി എന്നുള്ളതാണ് ഇതിന്റെ വലിയ വിജയം. കോട്ടയം മുതലാളിമാർക്ക് അതിന്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് നന്നായി അറിയാം. നോക്കൂ, പൗരധ്വനിയിലൂടെയും മംഗളത്തിലൂടെയും ഇല്ലെങ്കിൽ ഇമാതിരിയുള്ള വാരികയിലൂടെയും എല്ലാം വന്ന കൃതികളെ മലയാളി നന്നായി സ്വീകരിച്ചിരുന്നു എന്നതാണ്. ഒറ്റ ഉദാഹരണം, ജോൺസൺ പുളിങ്കുന്ന് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ കുട്ടനാടന്റെ പാടശേഖരങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരാളായിരുന്നു പുളിങ്കുന്നിലെ ജോൺസൺ പുളിങ്കുന്ന് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു നോവലുണ്ട്. കരിമ്പ് എന്നാണ് ആ നോവലിന്റെ പേര്. ഇന്നും വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ്. നോക്കൂ, 1980-കളിൽ 86 വരെയൊക്കെ നീണ്ടുനിന്ന കാലത്ത് വളരെ സജീവമായിരുന്ന ഈ വീക്കരികളിലെല്ലാം ഉണ്ടായിരുന്ന നോവലുകളുടെ പ്രത്യേകതയാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്. ഈ കരിമ്പോ ഇന്നും മലയാളികൾ ഹൃദയസ്പർശിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഓരോ ആഴ്ചയും മലയാളിക്ക് ഈ നോവലിന്റെ അടുത്ത ലക്കം എന്തായിരിക്കണം എന്ന വലിയൊരു ക്യൂരിയോസിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെയായി എന്നുള്ളതാണ്. ഇത് മാത്രമൊന്നുമായിരുന്നില്ല, അത് പരന്ന വായനയ്ക്ക് ഇടം കിട്ടിയ മറ്റൊന്നായിരുന്നു ഡിറ്റക്റ്റീവ് നോവലുകളുടെ ഒരു സന്നിവേശത്ത്. കോട്ടയം പുഷ്പനാഥ് നമുക്ക് മറന്നുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ അപസർപ്പക നോവലുകളുടെ ഒരു പുതിയ അവതരണ രീതി മലയാളിക്ക് സംഭാവന ചെയ്ത ഒരാൾ കൂടിയായിരുന്നു. നീലകണ്ഠൻ പരമാര അങ്ങനെയുള്ള യക്ഷിക്കഥകൾ ആദ്യമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് വായനയുടെ പൊതു രീതിയിലേക്ക് കടന്നു വരുന്നത് നീലകണ്ഠൻ പരമാരയിലൂടെയാണ്. ഇങ്ങനെ മലയാളിയെ പരന്ന വായനയിലേക്ക് കൊണ്ടുവന്ന 80-കൾ പോലെയൊന്നും ആയിരുന്നില്ല 1921-കൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ ഉടനീളം നിന്നിരുന്ന വലിയ ഉച്ചനീചത്വങ്ങളൊക്കെ പ്രതിഫലിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അതെന്ന് നമുക്കറിയാം. മനുഷ്യന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ അത്ഭുതത്തോടുകൂടി മുഖത്ത് വിരൽ വയ്ക്കും. കാരണം ഇന്ന് ഏത് നാട്ടുവഴിയിലെ ഇടവഴികളിലൂടെ ഏത് വീടിന്റെ ഓരത്തുകൂടിയും സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് കടന്നു പോകാനുള്ള വലിയ ഒരു അവകാശം ഇന്ന് നമുക്കുണ്ട് എന്നുള്ളതാണ്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സൂര്യന്റെ വെളിച്ചത്ത് സഞ്ചരിക്കാൻ പാടില്ലാത്തൊരു മനുഷ്യ വിഭാഗം നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നും. പറയർ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും അവരുണ്ട്. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് പകൽ വെളിച്ചത്തിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കും. എത്ര അപരിഷ്കൃതമായ ഒരു സമൂഹമായിരുന്നു അത്. മനുഷ്യൻ തന്നെ അങ്ങനെ കാണാൻ പാടില്ല. തീണ്ടാപ്പാടകലെയുള്ള അപ്പുറത്തുകൂടി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു കാലം, മനുഷ്യന് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലം, തന്റെ ഇഷ്ട ദൈവത്തെ അമ്പലത്തിൽ പോയി തൊഴാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഇല്ലാതിരുന്ന ഒരു കാലം. ഗുരുവായൂർ അമ്പലത്തിലെല്ലാം ഇന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു ജനിച്ചാൽ, ഹിന്ദു ആചാരപ്രകാരമെല്ലാം കുഞ്ഞു ജനിച്ചാൽ ആദ്യത്തെ പേരിടാൻ ആദ്യം ആഗ്രഹിക്കുന്നത് മിക്കവാറും ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ കണ്ണന്റെ തടയിൽ പോയി പീരിയെല്ലാം തിരികെ വെച്ച ഓമനത്വമുള്ള കണ്ണന്റെ മുഖത്ത്
എന്റെ മകന്റെ മുഖം ദർശിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ അവിടെ പോയി പേരിടണം എന്നുള്ളതാണ്. നമുക്ക് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒന്നും ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നു. ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. ആ കാലം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യൻ തന്നെ കണ്ടാൽ ഓടി ഒളിക്കേണ്ടി വരുന്ന ഒരു കാലമായിരുന്നു. ജാതി അനാചാരങ്ങളും ജാതി ചിന്തകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലം. 100 വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഘട്ടമെങ്കിലും ഏതെങ്കിലും വരികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം. ആ വരികളിൽ ഒറ്റ കാര്യം മാത്രം, ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന ദുരവസ്ഥയുടെ 2ാം ഭാഗത്ത് കുമാരനാശൻ സൂചിപ്പിക്കുന്നുണ്ട്. 100 വർഷങ്ങളാണ് കടന്നുപോയത് ദുരവസ്ഥയുടെ. കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെയും ജാത്യാനാചാരങ്ങളുടെയും എല്ലാം കെട്ടുപാടുകളിൽ നിന്ന് ഉണ്ടായ ജീവിതാനുഭവങ്ങളുടെ പുതിയ പാഠങ്ങളായിരുന്നു ഈ കവിതയുടെ ആധാരമെന്ന് നമുക്കറിയാം. ഞാനിത് സൂചിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ ജീവിച്ചിരുന്ന ഒരു കാലം ഈ കാലത്തോട് ചേർന്നുള്ളത് തന്നെയായിരുന്നു. ജാത്യാനാചാരങ്ങളും ജാതി ചിന്തകളും സാമൂഹ്യാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന ഒരു കാലം. ആ കാലത്താണ് അദ്ദേഹം യുക്തിവാദ ചിന്തകളെ പരിപോഷിപ്പിച്ചെടുക്കുന്നത്. ഈ ജാത്യാനാചാരങ്ങളെല്ലാം മനുഷ്യന്റെ ജീവിത നന്മയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും സൗകര്യമായിട്ടുള്ളത് എന്നുള്ളത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ തിരിച്ചറിയുന്നത്. അതിന്റെ ഭാഗമായി യുക്തിഭദ്രമായ ചിന്തകൾ നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് ഉയർന്നു വരണം. ജാതി മേൽക്കോയ്മയുടെ ഭാഗമായി ആരാധിക്കാൻ കഴിയാതിരുന്ന ദൈവങ്ങളെ, ചുടലമാടൻ, അതേപോലെ തന്നെ ബ്രഹ്മരക്ഷസ്, അങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളെ പാവപ്പെട്ടവൻ ആരാധിച്ചിരുന്നു. കല്ലുകൾ പെറുക്കി വെച്ച് ഇതെന്റെ ദൈവമാണെന്ന് പറയേണ്ടി വരുന്ന ഒരു കാലത്ത് മനുഷ്യന്റെ പുതിയ വിപ്ലവത്തിന് ചിന്തകൾ കൊളുത്തിയ, ചിന്തകൾക്ക് പുതിയ രൂപം നൽകിയ, ചിന്തകൾക്ക് തീ കൊളുത്തിയ ശ്രീനാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിയെ പോലെ, വാക്പടാനന്ദനെ പോലെ, ശിവയോഗിയെ പോലെ കേരളത്തിന്റെ അകത്ത് നവോത്ഥാനത്തിന്റെ പുതിയ ശീലുകൾ ഉയർന്നു വന്നപ്പോ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കേരളത്തിന്റെ ജനതയെ, ഒരു വലിയ വിഭാഗത്തെ ഈ കൈക്ക് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ അകത്തുണ്ടായിരുന്നു. നവോത്ഥാന മൂല്യങ്ങളുടെ പുതിയ ചിന്താസരണികൾ കേരളത്തിന്റെ അകത്ത് ഉയർന്നു വരുന്നത് ഈ യുക്തിഭദ്രതാബോധത്തിന്റെ ഭാഗമായിരുന്നു. വിചാര വിപ്ലവത്തിലൂടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ജീവിതത്തിന്റെ നൈതിക മൂല്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് നെയ്തെടുക്കേണ്ടത്, അത് ഒരുപക്ഷെ ജീവിതത്തിന്റെ പുതിയ അർത്ഥ തലങ്ങളെയും യുക്തിവാദപരമായ ചിന്താധാരകളെയും ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടല്ലാതെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ നമുക്കങ്ങനെ ഒരു വെളിച്ചം കിടക്കുന്ന സാമൂഹ്യ അന്തരീക്ഷമായി വളർത്താൻ കഴിയില്ല. സാഹിതീയം എന്ന് പറയുന്ന തന്റെ കൃതിയിൽ മനോഹരമായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ അവന്റെ ജനനന്മയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ കെട്ടുപാടുകളെ എങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയും? അതുകൊണ്ട് ഈ കെട്ടുപാടുകളെ പിടിച്ചടക്കുക, പൊളിച്ചടക്കുക എന്നതിന് ഉത്തരവാദിത്വം എന്നത് മനുഷ്യന് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ചിന്തയിൽ മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റത്തെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്. ഇത് മാത്രമൊന്നുമായിരുന്നില്ല. അദ്ദേഹം തന്റെ മുമ്പിലുള്ള സാമൂഹ്യാന്തരീക്ഷത്തെ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഈ വിചാര വിപ്ലവത്തിന്റെ സാരാംശങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹം സൂക്ഷ്മമായി നമ്മുടെ സാമൂഹ്യാന്തരീക്ഷത്തെ പരിശോധിക്കുന്നത്. മനനമണ്ഡലം എന്ന് പറയുന്ന തന്റെ കൃതിയിൽ സൂക്ഷ്മമായി ഈ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ സുതാര്യമായ രചനാ സമ്പ്രദായം കൊണ്ട് സവിശേഷമാക്കപ്പെട്ട കൃതികളൊന്നുമായിരുന്നില്ല കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ. തത്വചിന്താപരമായ തീക്ഷ്ണമായ ചിന്താധാരകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ജോയി മാഷും അതേപോലെ തന്നെ ബഹുമാനായ ബുദ്ധിയുമെല്ലാം മുൻകൈയെടുത്തുകൊണ്ട് 125ാം ജന്മശതോത്തരി വർഷം ആഘോഷിക്കുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നവമാധ്യമങ്ങളിൽ ഒരു പുതിയ ചരിത്രം തന്നെ രചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയേറെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ ഗ്രന്ഥങ്ങളിലെ പ്രധാന വാചകങ്ങളെ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരുപക്ഷെ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളുടെ അഗാധമായ
ഈ പാണ്ഡിത്യത്തിന്റെ തന്റെ പാണ്ഡിത്യത്തിന്റെ ഈ ഉറവിടത്തെ എങ്ങനെ ഈ പുസ്തകത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിന്റെ കാര്യം കഴിഞ്ഞ കുറെ നാളുകളായി വളരെ ഭംഗിയായി ഈ കാര്യം നിർവഹിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ എത്ര പുസ്തകങ്ങൾ വായിച്ചാലാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട 56 നിരൂപണ സാഹിത്യ രീതികളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ കൈകാര്യം ചെയ്യുന്നത്. ആ കൃതികളിൽ ഉടനീളം എത്രയോ അധ്യായങ്ങളിലായി ഈ കൃതികളിലെല്ലാം സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാരാംശമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത് മുന്നോട്ട് നീങ്ങുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നത് ഒരു സാധാരണമായ സാഹിത്യ രചന കൊണ്ട് മലയാളിയെ തന്റെ കൂടെ നടത്തിയ ഒരാളല്ല. കുറ്റിപ്പുഴയുടെ തെരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ എന്ന് പറയുന്ന കൃതികളിൽ രണ്ടാം ഭാഗത്ത് കുറ്റിപ്പുഴയുടെ ജീവിതത്തിന്റെ സായന്തനങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. യുക്തിവാദ ചിന്തകളിലേക്ക് എന്തുകൊണ്ട് കേരളീയ സമൂഹത്തെ കൊണ്ടുപോകണം, എന്തുകൊണ്ടാണ് യുക്തിചിന്തകൾ, യുക്തിവാദം കേരളത്തിന്റെ അകത്ത് പരിപോഷിപ്പിക്കപ്പെടേണ്ടത്, എന്തിനു വേണ്ടിയാണ് യുക്തിവാദം കുറെ കൂടി ജനകീയമാക്കേണ്ടത് എന്നതിന്റെ ഒരു പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വിമർശനവും വീക്ഷണവും എന്ന് പറയുന്ന തന്റെ കൃതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹം വിമർശന സാഹിത്യത്തെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നായി തന്നെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃതിയുടെ സാരാംശങ്ങളെ മറ്റൊരു കൃതിയിൽ കുറെ കൂടി തത്വചിന്താപരമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹം നോക്കിക്കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയൊക്കെയുള്ള കെട്ടുപാടിൽ നിന്നും മാനവിക ജീവിതത്തെ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് എന്നതിന്റെ കാര്യമാണ്. എം ടി വാസുദേവൻ നായരുടെ 1973 ഇറങ്ങിയ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈവളയും കാൽച്ചിലമ്പും എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ചെറുകഥ. ആ ചെറുകഥയെ ആധാരമാക്കി 1973 അദ്ദേഹം രചനയും സംവിധാനവും സംഭാഷണവും എല്ലാം നിർവഹിച്ച ഒരു സിനിമ. നിർമാല്യം എന്നാണ് സിനിമയ്ക്ക് അദ്ദേഹത്തിന് പേര് കൊടുത്തത്. കഴിഞ്ഞ 24-ാം തീയതി മലയാള സാഹിത്യത്തോട് വിട പറഞ്ഞ കാര്യം നമുക്കറിയാം. ഒരു സാമൂഹ്യ വിമർശനത്തെ എങ്ങനെയാണ് എം ടി കൈകാര്യം ചെയ്തത് എന്നത് കൃത്യമായി ആ സിനിമയിൽ രൂപപ്പെടുത്തുന്നത്. തന്റെ ജീവിതത്തെ എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒരു ഭക്തൻ. ആ നാട്ടിലെ വെളിച്ചപ്പാട് ദേവിയെ എന്നും പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ കയ്യിലുള്ള ചിലമ്പും വാളുമായി പോയി ദേവിക്ക് മുമ്പിൽ ഉറഞ്ഞു തുള്ളുകയും ദേവിയുടെ പരിവേഷം ചാർത്തി തന്റെ മുമ്പിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ദേവി പറയുന്ന കാര്യങ്ങളെ പോലെ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നതാണ് വെളിച്ചപ്പാടിന്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോഴും പട്ടിണി കൊണ്ട് ഒരു ഇഞ്ച് പോലും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത 4 മക്കളെയും പോറ്റാൻ കഴിയാത്ത നാരായണി എന്ന് പറയുന്ന തന്റെ ഭാര്യയോട് നീതി പുലർത്താൻ പോലും കഴിയാത്ത ഒരാളായി എങ്ങനെയാണ് വെളിച്ചപ്പാട് മാറുന്നത് എന്ന് അപ്രവാളികളിലൂടെ അനശ്വര അഭിനയത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച പി ജെ ആന്റണി എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് പി ജെ ആന്റണി. അദ്ദേഹമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു എന്നത് നമുക്കറിയാം. അത് 1973 ഭരത് അവാർഡ് നേടിയ സിനിമ കൂടിയായി അത് മാറി. ഏറ്റവും നല്ല കഥാപാത്രം തെരഞ്ഞെടുക്കപ്പെട്ടത് പി ജെ ആന്റണിയാണ്. ഏറ്റവും നല്ല സിനിമയായി ഭാരതം തെരഞ്ഞെടുക്കപ്പെട്ടത് ആ സിനിമയായിരുന്നു. ഏറ്റവും നല്ല തിരക്കഥയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആ സിനിമയായിരുന്നു. ആ സാമൂഹ്യ വിമർശനത്തെ, സാമൂഹ്യാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യത്തെ എങ്ങനെയാണ് എം ടി അഭ്രവാളികളിൽ അനശ്വരമാക്കിയത് എന്നതാണ്. അവസാനം തന്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടി നേരിടുകയെ, പട്ടിണിയിൽ നിന്നും തന്റെ ജീവിതത്തെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വ്യസനിച്ച് ദേവിയുടെ മുമ്പിൽ തളർന്നു വീഴുന്ന വെളിച്ചപ്പാടിനെയാണ് നാം കാണുന്നത്. തന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ച് തന്റെ കയ്യിലിരുന്ന കുടുവാള് കൊണ്ട് നെറ്റിയിൽ ആഞ്ഞടിച്ച്, അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പട്ടിണി സഹിക്കാൻ പറ്റാതെയായപ്പോ നാരായണി മറ്റൊരു പരപുരുഷന്റെ മുറിയിലേക്ക് കടന്നു പോവുകയാണ്. ഇത് കണ്ടുവരുന്ന ഈ വെളിച്ചപ്പാടിന്
സഹിക്കാൻ കഴിയുന്നില്ല. നാരായണി നീയും എന്ന ഒറ്റ വാചകത്തിൽ MT അത് ഒതുക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് MT കണ്ടത് എന്നുകൂടിയാണ് ഇതിൽ നമുക്ക് വായിക്കാനാവുക. അവസാനം തന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് നീങ്ങാനില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ വെളിച്ചപ്പാട് തന്റെ കയ്യിൽ നിന്ന പൊടുവാളുകൊണ്ട് നെറ്റിയിൽ ആഞ്ഞാഞ്ഞു വെട്ടി ആ ചോര ഈർന്ന് തന്റെ മുഖത്തുകൂടെ, തന്റെ കണ്ണിലൂടെ, തന്റെ ചുണ്ടിലേക്ക് വരുമ്പോൾ ആ രക്തം വായിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ദേവി വിഗ്രഹത്തിലേക്ക് തുപ്പിക്കൊണ്ട് അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. അവിടെ അവസാനിപ്പിക്കുന്നു. മലയാളത്തിന്റെ സുഹൃതം നേടിയ, ജ്ഞാനപീഠം നേടിയ, പത്മഭൂഷൺ നേടിയ ഒട്ടേറെ സാഹിത്യ രചനകൾക്ക് തന്റെ പേന കൊണ്ട് ഒരിക്കലും മരിക്കാത്ത ബുദ്ധിപരീക്ഷ കൊണ്ട് മലയാളിയെ ത്രസിപ്പിച്ച MT വാസുദേവൻ നായർ ഇത് മാത്രമൊന്നുമായിരുന്നില്ല എഴുതിയത്. പുതിയ കാലത്തിന്റെ പുതിയ രീതി കൂടി അദ്ദേഹം പരീക്ഷിച്ചു എന്നുള്ളതാണ്. ജനപ്രിയ സിനിമകളിൽ പലതും അത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ്. 86 ഇറങ്ങിയ 3 സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. നിങ്ങൾക്കറിയാം, മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് വടക്കൻ പാട്ടിലൂടെ പാടി പതിഞ്ഞ പണനാൽ പാടി 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 കേട്ട വടക്കൻ പാട്ടിന്റെ വീരകഥകളിൽ MT ചാർത്തിയ പുതുവായനയായിരുന്നു ഈ ഒരു വടക്കൻ വീരഗാഥ എന്നത്. ആ വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ അവതരിപ്പിക്കുന്നത് നാം കേട്ട ചന്തുവായിരുന്നില്ല. മലയാളക്കര കേട്ട് കേട്ട് ഇന്നലെ പാണം പാടി പതിഞ്ഞ പാട്ടിൽ നിന്നും ചതിയൻ ചന്തുവിൽ നിന്നും ഒരു പുതിയ ചന്തു ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് നാം കണ്ടു. മാത്രമല്ല, മറ്റൊരു രംഗഭാഷ്യം കൂടി അദ്ദേഹം നിർമ്മിച്ചു. വൈശാലി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലൂടെയും ഒരു പുതിയ കാര്യമാണ് അദ്ദേഹം മലയാളിക്ക് സംഭാവന ചെയ്തത്. മലയാളം ഒരു കാലത്തും മറക്കാനാകാത്ത സാഹിത്യ സൃഷ്ടികളിൽ ഒന്നായിരുന്നു രണ്ടാമൂഴം. നിങ്ങൾക്കറിയാം, ആ രണ്ടാമൂഴത്തിലെ ഭീമനെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത് മലയാളി ഇന്നലെ വരെ ശീലിച്ചു കണ്ട ഭീമനായിരുന്നില്ല. സ്നേഹനിധിയായ ഭീമൻ, പാഞ്ചാലിയെ ഏറെ സ്നേഹിച്ച ഭീമൻ, എല്ലാവരേക്കാളും ഏറെ സൗഹൃദത്തോടുകൂടി പാഞ്ചാലി കണ്ട ഭീമൻ. അങ്ങനെ ഭീമന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും രണ്ടാമൂഴക്കാരനായി എന്നും മാറ്റപ്പെടുന്നത് ഈ ഭീമന്റെ മനസ്സിലെ വലിയ വ്യഥകളായി MT നമ്മോട് പറയുന്നുണ്ട്. 85 പേജ് മാത്രമുള്ള മഞ്ഞ് എന്ന് പറയുന്ന പ്രസിദ്ധമായ തന്റെ കൃതി ഒരുപക്ഷെ ചെറുകഥയാണോ, നോവലാണോ, ചെറു നോവലാണോ എന്ന് പോലും വേർതിരിച്ചെടുക്കാനാകാത്ത പ്രസിദ്ധമായ കൃതി നിങ്ങൾ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും മഞ്ഞ് എന്ന് പറയുന്ന MTയുടെ ഈ കൃതി വായിച്ചിരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നൈനിറ്റാൾ എന്ന് പറയുന്ന മനോഹരമായ ഡൽഹിയുടെ താഴ്വരകളിലേക്ക് വള്ളുവനാട് നിന്നും പറിച്ചു നടപ്പെടുന്ന വിമലാദേവിയുടെ ജീവിതകഥയിൽ കാത്തിരിപ്പിന്റെ ഒരു പുതിയ അധ്യായമാണ് നമ്മളോട് പറയുന്നത്. സുനിൽ കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരാൾ കാത്തിരിക്കുന്നത് തന്റെ കാമുകിയെയാണ്. എന്നോ തന്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകിപ്പോയ ബന്ധു എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റിന്റെ കടന്നുവരവിനെ, തന്റെ പിതാവിനെ കടന്നുവരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ബന്ധുവിന്റെ കഥ. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പുതിയ കഥാതന്തുക്കളെ നമുക്ക് ജനകീയമാക്കി തന്ന MTയുടെ രചനാ സമ്പ്രദായം ഒന്നും ആയിരുന്നില്ല കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ. അത് പറയാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. മലയാള സാഹിത്യത്തിൽ ഇത്രയേറെ ത്രസിച്ചു നിന്ന നോവലുകളുടെ പ്രയോക്താവ് മറ്റൊരാളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലുകൾ ഒഴിച്ചു നിർത്തിയാൽ ഇത്രയേറെ ആസ്വാദ്യജനകമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന മറ്റു നോവലുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെയല്ല വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം. അത്രയേറെ സാഹിത്യ കൃതികളെ തത്വചിന്താപരമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സാഹിതീയം, വിചാര വിപ്ലവം, വിമർശന രശ്മി, നിരീക്ഷണം, ഗ്രന്ഥാലോകം, ചിന്താ തരംഗം തുടങ്ങി കേരളത്തിന്റെ ഇന്നേ വരെയുള്ള സാഹിത്യ രംഗത്ത് തത്വചിന്താപരമായി കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രസിദ്ധീകരണങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ചിന്താശീലങ്ങൾക്ക് അമ്പരപ്പുളവാക്കുന്ന വിചിത്ര സ്വഭാവവിശേഷങ്ങളുടെ ആകത്തുകയാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ ജീവിതത്തെ സമീപിക്കുന്നത്. ഇത് മലയാളിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വിമർശന സാഹിത്യ രംഗത്ത്, അധ്യാപന രംഗത്ത്, മലയാള സാഹിത്യത്തിൽ യുക്തിവാദ ചിന്തകളിൽ എല്ലാം നിറദീപ്തമായിരുന്ന
ഒരു കാലത്ത് 900 മുതൽ 1971 വരെ ഫെബ്രുവരി 11 വരെ ജീവിച്ചിരുന്ന 50 വർഷക്കാലം മലയാള സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ ജീവിതത്തെ ആധാരമാക്കി ഇന്ന് പുതിയ ചരിത്ര പഠനങ്ങൾ കൂടി നെയ്തെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ്. തീർച്ചയായും ആ ദൗത്യം കൂടിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗ്രാമീണ വായനശാല നിർവഹിക്കുന്നത്. ഹൃദയത്തിന്റെ പുതിയ ഉള്ളറകളിലേക്ക് മാനവിക ജീവിതത്തിന്റെ പുതുനാമ്പുകളെ പറിച്ചു നടുക എന്ന സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി നിർവഹിച്ച ഈ മഹാനുഭാവന്റെ 125ാമത് ജന്മശതോത്തരി വർഷത്തിൽ സാഹിത്യത്തെ മാത്രമല്ല, ജീവിതത്തെ മാത്രമല്ല, അദ്ദേഹം പ്രദാനം ചെയ്ത സാഹിത്യ മണ്ഡലങ്ങളെ ആകെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഒന്നാകെ നമുക്ക് പരിചയപ്പെടുത്തുന്ന പുതിയ പരമ്പര കൂടി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ വായനശാല ആരംഭിക്കുന്നു എന്നതിൽ കൂടി സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ സ്നേഹപൂർവ്വം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 125ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങാണിത്. ഒരു 5ാമത്തെ ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ ചടങ്ങാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയിലെ കുറ്റിപ്പുഴ എന്ന് പറയുന്നതിലെ പുഴ പെരിയാറാണെന്ന് നമുക്കറിയാം. ഈ വശത്ത് പെരിയാറ്, മറ്റൊരു വശത്ത് ചാലക്കുടി പുഴ, അതിനിടയിൽ കിടക്കുന്ന നമ്മുടെ ഗ്രാമീണമായ ഈ ഒരു പ്രദേശം. ഈ ഗ്രാമീണ പ്രദേശത്ത് നിന്നാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന കേരളീയ ചിന്താമണ്ഡലത്തിൽ ഒരു പുതിയ വിപ്ലവത്തിന് നാന്ദി കുറിച്ച കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ നിരൂപണപരമായ അല്ലെങ്കിൽ ബൗദ്ധികമായ സംഭാവനകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏതാനും ഏടുകൾ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് എന്റെ സംഭാഷണത്തിന്റെ ഉദ്ദേശം. കുറ്റിപ്പുഴ എന്ന പേര് വന്നത് തന്നെ പെരിയാറിൽ നിന്നാണ്. നമ്മുടെ നാടൊക്കെ ആലങ്കാട് രാജാവിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. ഒരു സൈന്യാധിപനെ കൊണ്ടുവന്നിട്ട് പെരിയാറിന്റെ അവിടെ നിന്ന് അളന്ന് ഒരു കുറ്റി അടിച്ച് ആ സൈന്യാധിപൻ ആ പ്രദേശം അങ്ങോട്ട് തീരെഴുതി കൊടുത്തു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന്, അതായത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജനിച്ച പ്രദേശത്തിന് കുറ്റിപ്പുഴ എന്ന പേര് വന്നത്. നമുക്കറിയാം, മഹത്തായ ഒരുപാട് സാഹിത്യകാരന്മാരുടെ പേരുകൾ. തകഴി ശിവശങ്കരപിള്ളയിലെ തകഴി സ്ഥലത്തിന്റെ പേരാണ്. സുകുമാർ അഴീക്കോട്, അഴീക്കോട് എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേരാണ്. അപ്പോ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ കാര്യത്തില് 2 ദുര്യോഗങ്ങൾ ഉണ്ടായി. കുറ്റിപ്പുഴ എന്ന സ്ഥലം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലില്ല. കുറ്റിപ്പുഴ എന്ന പേരില് അങ്ങനെ ഒരു സ്ഥലം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലില്ല. അങ്ങനെ ഒരു സ്ഥലം അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു പേര് നിലനിന്നിട്ടുള്ളത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന സാഹിത്യകാരന്റെ പേരിലാണ്. ആ പേരും കൂടി മാഞ്ഞു പോകുന്ന, വിസ്മരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വായനശാല അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടത്താനായിട്ട് ആരംഭിച്ചത്. ഞാൻ സ്കൂളിൽ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് അറിയാം? ഒരാള് പോലും കൈവക്കിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് അറിയാം? ഒരാള് പോലും കൈവക്കിയില്ല. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന, അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ ഒന്നാകെ നയിച്ചിരുന്ന വ്യക്തികൾ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് വിസ്മൃതിയിലേക്ക് പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ഇപ്പോ സ്വാഗത പ്രാസംഗികൻ ഇവിടെ പറഞ്ഞു, നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് IAS-കാരും IPS-കാരും ഉന്നത നിലയിലുള്ളവരും വരണമെന്ന് പറഞ്ഞപ്പോ
നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഉന്നത രംഗങ്ങളിൽ വിഹരിച്ചിരുന്ന എത്ര പേരെ നമുക്ക് ഇന്ന് അറിയാം എന്നുള്ളൊരു മറു ചോദ്യം കൂടിയുണ്ട്. അതിനർത്ഥം ചരിത്രത്തെ നമ്മൾ വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രം എന്നത് കേവലം പുസ്തകങ്ങളിൽ പഠിക്കുന്നതോ ഏതെങ്കിലും അക്കാദമിക സമൂഹത്തിന് മാത്രമായിട്ട് തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു കാര്യമല്ല. ചരിത്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ചരിത്രത്തിലൂടെ തന്നെയാണ് ഒരു ജനത ജീവിക്കുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഈ നാട് പ്രശസ്തരായ വ്യക്തികളാൽ സമ്പന്നമാണ്. എങ്ങനെ നമുക്കറിയാം? ഇപ്പൊ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള നമുക്കറിയാം. നിങ്ങൾ വയലുകരയിലേക്ക് പോയി കഴിഞ്ഞാല് കേരളത്തിലെ സാഹിത്യ മണ്ഡലത്തിൽ വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്ന കവിതാ പ്രസ്ഥാനം, അതിലെ ആദ്യത്തെ പ്രോത്സാഹകരിൽ ഒരാളായിട്ടുള്ള ശ്രീവള്ളി നാരായണൻ നമ്പൂരി നമ്മുടെ ഈ പരിസരത്ത് ഒരാളാണ്. നമ്മൾ അദ്ദേഹത്തെ മറന്നുകൊണ്ടിരിക്കുന്നു. പെരിയാറിന്റെ അങ്ങേക്കരയില് വെളിയത്തിനാണ് BC അഹമ്മദുണ്ണി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം നിസ്സാരക്കാരനല്ല. ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഒരു വ്യക്തിയാണ് BC അഹമ്മദുണ്ണി. 1948-50 കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരുന്ന ഒരാള് നമ്മുടെ ഈ പെരിയാറിന്റെ അങ്ങേക്കരയിൽ ജീവിച്ചിരുന്നു. ഇനി നിങ്ങൾ ആ കുത്തിയതോട് പള്ളിയുടെ ചേർന്നൊരു സ്മാരകം നിങ്ങൾക്ക് കാണാം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്: സമുദായ സ്നേഹിയും രാജ്യസ്നേഹിയുമായ തച്ചിൽ മാത്തു തരകന്റെ ഓർമ്മയ്ക്ക്. ആരാണ് ഈ തച്ചിൽ മാത്തു തരകൻ? തച്ചിൽ മാത്തു തരകൻ നിസ്സാരക്കാരനല്ല. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് പണം കടം കൊടുത്ത് വേലുത്തമ്പി വിപ്ലവത്തെ കുറിച്ച് പഠിക്കുന്ന ഓരോ കുട്ടിയും ഒരു പേര് ആ പുസ്തകത്തിൽ കാണാം. തച്ചിൽ മാത്തു തരകന്റെ വസ്തുക്കൾ ജപ്തി ചെയ്യാനായിട്ട് മെക്കാളെ പ്രഭു ഒരു ഓർഡർ ഇട്ടത് ക്യാൻസൽ ചെയ്തത് കൊണ്ടാണ് വേലുത്തമ്പി വിപ്ലവം ഉണ്ടാകുന്നത്. ഈ തച്ചിൽ മാത്തു തരകൻ താമസിച്ചിരുന്നത് ഊഴങ്കടവിനപ്പുറത്ത് ആ കുത്തിയതോട് പള്ളിക്ക് സമീപമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ചരിത്ര വ്യക്തികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ടല്ല നമ്മള് പലപ്പോഴും അവരെ വിസ്മരിക്കുന്നു. ആ ഒരു വിസ്മരിക്കല്, ഉദാഹരണത്തിന് ഇവിടെ നല്ലൊരു ചടങ്ങോട് കൂടിയിട്ടാണ് ഇത് നടന്നത്. ഒരു കൊച്ചുകുട്ടി കുറച്ച് പുസ്തകങ്ങള് സ്വീകരിച്ചു. ഒരു മധ്യവയോധികയായിട്ടുള്ള ഒരു അമ്മയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് ആരംഭിച്ചത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ലൈബ്രറി, അതിന്റെ പേര് AR രാജരാജവർമ്മ ലൈബ്രറി എന്നായിരുന്നു. രണ്ടാമതൊരു ലൈബ്രറി കുന്നുകരയിൽ വന്നത്, അതിന്റെ പേര് ജവഹർ ലൈബ്രറി എന്നാ. ഈ ജവഹർ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കൊച്ചി രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോനും മഹാകവി കുമാരനാശാന്റെ, സാക്ഷാൽ കുമാരനാശാന്റെ ഭാര്യയുമാണ് ഈ കുന്നുകരയിലെ ജവഹർ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. ഈ പനമ്പിള്ളി ഗോവിന്ദമേനോനും ഭാനുമതി അമ്മ കൂടിയാണ് കുന്നുകരയിലെ ജവഹർ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട് ചരിത്രപരമായിട്ട് സവിശേഷതയുള്ള ഒരു നാടാണ്. ചരിത്രപരമായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. അതിന്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ കുറ്റിപ്പുഴയെ ഒരു യുക്തിവാദിയായിട്ട് മാറ്റി നിർത്തി നമ്മൾ പെട്ടെന്ന് വിസ്മരിക്കാറുണ്ട്. കുറ്റിപ്പുഴ ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി. ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് സ്വാമിയുടെ പേര് ഗോപൻ സ്വാമി സമാധിയായി. ഗോപൻ സ്വാമിക്ക് സമാധിയാവാനുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ഗോപൻ സ്വാമിക്ക് സമാധിയാകാം, ഒരു തെറ്റുമില്ല. ഇന്ത്യയിലെ മതവിശ്വാസം അതിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ആ മതവിശ്വാസത്തിൽ ഒരു പ്രശ്നം പറ്റി ചില ആൾക്കാര് ആ മരണത്തെ കുറിച്ചൊരു സംശയം ഉന്നയിച്ചു. ആ സംശയം ഭക്തിയിൽ നിന്ന് വന്നതല്ല, യുക്തിയിൽ നിന്ന് വന്ന സംശയമാണ്. അതായത് ഈ സമാധി ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇദ്ദേഹത്തിനെ ആരോ അപായപ്പെടുത്തിയതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയത്തിൽ നിന്നാണ് അങ്ങനെ ഒരു കേസ് വരുന്നത്.
അവിടെ ഭക്തി ക്രമേണ യുക്തിക്ക് വഴിമാറുന്നത് നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പൊ കുറ്റിപ്പുഴ പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ എന്തിനേയും കേട്ടപടി സ്വീകരിക്കാതെ ഏത് കാര്യത്തെയും വിവേചന ബുദ്ധിയോടെ താജ്യഗ്രാഹ്യ ബുദ്ധിയോടെ വിവേചിച്ച് സ്വീകരിക്കണമെന്ന് മാത്രമേ കുറ്റിപ്പുഴ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെല്ലാവരും യുക്തിവാദികളാണെന്നേ. ആരാ പറഞ്ഞ യുക്തിവാദികളല്ലാന്ന്? ജീവിച്ചിരിക്കുന്ന എല്ലാവരും യുക്തിവാദികളാ. മതത്തിൽ യുക്തി ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതൊക്കെ കുറ്റിപ്പുഴയുടെ ഒക്കെ ഒരുപാട് പ്രയത്നം കൊണ്ടാണ്. ഇവിടെ സതി അനുഷ്ഠിച്ചിരുന്ന ഒരു നാടല്ലേ നമ്മുടെ നാട്. ഇവിടെ സതി അനുഷ്ഠിച്ചിരുന്നല്ലോ. എങ്ങനെയാണ് അത് നിർത്തലാക്കിയത്? മതത്തിൽ യുക്തിപരമായി ഇടപെട്ടുകൊണ്ട് പല അനാചാരങ്ങളെയും നിർത്തലാക്കിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പൊ ഞാൻ കൂടുതൽ അതിന്റെ ഒരു രാഷ്ട്രീയ മതപരമായ പ്രശ്നത്തിലേക്ക് പോവുകയല്ല. കുറ്റിപ്പുഴ വിസ്മരിക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു എന്ന് സ്റ്റാമ്പ് ചെയ്തിട്ട് പലപ്പോഴും കുറ്റിപ്പുഴ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കുറ്റിപ്പുഴയുടെ അഭിപ്രായത്തിൽ ഈ നമ്മളിപ്പോ കാണുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ മതങ്ങളും വല്ലാത്തൊരു ആചാരപരതയോട് കൂടിയിട്ടാണ് നിലനിൽക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ ഏറ്റവും സൂക്ഷ്മമായ അംശം മാത്രമേ ഈശ്വരത്വം അല്ലെങ്കിൽ ഈശ്വരാംശമായിട്ട് വരുന്നുള്ളൂ. ബാക്കി വൃക്ഷസമാനം വളർന്നു നിൽക്കുന്നതെല്ലാം തന്നെ അതിന്റെ ആചാരപരതയാണ്. ഈ ആചാരപരതയാണ് കുറ്റിപ്പുഴ വിമർശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറ്റിപ്പുഴയെ കേവലം ഒരു യുക്തിവാദി, നിരീശ്വരവാദി എന്ന് പറഞ്ഞ് നമുക്ക് മുദ്ര കുത്താനോ ഒളിച്ചു നിർത്താനോ പറ്റുന്ന ഒരാളല്ല. കാരണം എപ്പോഴെല്ലാം മതം യുക്തിസഹമായ രീതിയിലൂടെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ രാഷ്ട്രം, ഭരണഘടന അതിലിടപെട്ട് അതിനെ യുക്തിസഹമാക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ കുറ്റിപ്പുഴയെ പോലുള്ള മഹാരഥന്മാർ സ്മരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കുറ്റിപ്പുഴ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ JBS സ്കൂളിന്റെ ഒക്കെ സമീപത്തുള്ള ഒരു പ്രദേശത്ത് 1900-ലാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജനിക്കുന്നത്. അന്ന് മരുമക്കത്തായോ? അന്ന് നമ്പൂതിരിയാണ് അച്ഛൻ, അമ്മ നായർ സ്ത്രീയാണ്. 4 മക്കളാണ് ഈ ബന്ധത്തിലുണ്ടാവുന്നത്. അതിനകത്ത് 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അതില് കുറ്റിപ്പുഴ ഏറ്റവും മൂത്ത ആളാണ്. അച്ഛൻ നമ്പൂതിരി ആയതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പരിലാളനയും കുറ്റിപ്പുഴയ്ക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും അനാഥത്വം പേറിയ ഒരു ബാല്യമായിരുന്നു കുറ്റിപ്പുഴയുടേത്. അദ്ദേഹം തന്റെ അനാഥത്വത്തെ മാറ്റാൻ, തരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് പുസ്തകങ്ങളെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അന്നത്തെ ലൈബ്രറി എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഉപയോഗിച്ചു. പ്രത്യേകിച്ച് അകത്തൂട്ട് മാളികയോട് ചേർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ആലങ്ങാട് രാജാക്കന്മാരുടെ സൈന്യാധിപരായിരുന്ന കുൽസ് നായക്കരുടെ മാളികയ്ക്ക് പറയുന്ന പേരാണ് അകത്തൂട്ട് മാളിക. ഈ അകത്തൂട്ട് മാളികയോട് ചേർന്നുള്ള ലൈബ്രറി വളരെ വിശദമായിട്ട് കുറ്റിപ്പുഴ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പഠിച്ചത്, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിച്ചത് നമ്മുടെ JBS സ്കൂളിലാണ്, ജൂനിയർ ബോയ്സ്. അന്ന് അതിന്റെ പേര് അയിരൂരിന്നാണ്. അയിരൂർ പാതി എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ JBS സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അല്ലാതെ അയിരൂർ സെന്റ് തോമസ് സ്കൂളല്ല, JBS സ്കൂളിലാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളിൽ അദ്ദേഹം വിശദമായിട്ട് പറയുന്നത്, പെരിയാറിന്റെ 2 കൈത്തോട് കടന്നിട്ട് വേണം ഈ ജൂനിയർ ബേസിക് സ്കൂളിലെ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം 1 വർഷം പറവൂര് പഠിച്ചു. പിന്നീട് ആലുവ സെന്റ് മേരീസ് സ്കൂളിലേക്ക് പോയി. പെരിയാറിന്റെ 2 കൈത്തോട് കിടക്കണം ആലുവയിലേക്ക് എത്താനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോ കടത്തുകാരുണ്ടെങ്കിൽ കടത്തു വഞ്ചിക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ മുണ്ടെല്ലാം അഴിച്ച് തലയിൽ കെട്ടി പുസ്തകങ്ങൾ തലയിൽ വെച്ച് നീന്തിയാണ് അദ്ദേഹം ആലുവയിൽ എത്തി പഠിച്ചിരുന്നത്. പിന്നെ ഒഴിഞ്ഞ വയറുമായിട്ട് നീന്തുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, ഭക്ഷണം കഴിക്കാൻ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നീട് UC കോളേജ് സ്ഥിതി ചെയ്യുന്ന കച്ചേരി മാളിക എന്നറിയപ്പെടുന്ന ആ കച്ചേരി കുന്നില് ഇഷ്ടം പോലെ മാവുകൾ ഉണ്ടായിരുന്നു. ആ മാവുകളിൽ നിന്ന് മാമ്പഴം പറക്കി അത് കഴിച്ച് വിശപ്പടക്കിയിട്ടാണ് കുറ്റിപ്പുഴ ആലുവയിലേക്ക് പോയി പഠിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം UC കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന ഒരു മാവിനെ നോക്കി വളരെ ഗദ്ഗതത്തോടെ പറയുന്നുണ്ട്, ഈ മാവായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്റെ വിശപ്പ് അകറ്റിയിരുന്നത്.
അദ്ദേഹത്തിന്റെ പഠനമെല്ലാം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് അദ്ദേഹം നടക്കുന്ന സമയത്താണ് 1922 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലുവ അദ്വൈത ആശ്രമത്തിൽ അദ്ദേഹം ജോലിക്കായിട്ട് എത്തുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ആലുവയിലെ അദ്വൈത ആശ്രമം. ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ 2 അനുഭവങ്ങൾ അദ്ദേഹം ഉണ്ടായി. ഈ കുറ്റിപ്പുഴ ഏറ്റവും വലിയൊരു ഭക്തിക്കാരനായിരുന്നു കേട്ടോ, ഏറ്റവും വലിയൊരു ആത്മീയവാദിയായിരുന്നു കുറ്റിപ്പുഴ. എന്നും പൂജാതി മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഭഗവത്ഗീതയൊക്കെ വായിച്ച് മന്ത്രോച്ചാരണങ്ങളെല്ലാം നടത്തി ഒരു സന്യാസ തുല്യമായുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് കുറ്റിപ്പുഴ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം, ഐഹിക സുഖങ്ങളെല്ലാം വേണ്ടുവോളം ആസ്വദിച്ച് ജീവിതത്തിന്റെ സായാഹ്ന കാലഘട്ടത്തിൽ ഭക്തിയിലേക്ക് തിരിയുന്ന ഒരുപാട് പേരെ നമുക്ക് കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരുപാട് പേരെ കാണാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഭക്തിയുടെ പാരവശ്യത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന് അതിൽ പരിപോഷിപ്പിക്കപ്പെട്ട ഒരാള് ഒരിടവേള ഭക്തിയിൽ നിന്ന് മാറി യുക്തിയിലേക്കും പിന്നീട് സമ്പൂർണ്ണ നിരീശ്വരവാദത്തിലേക്കും എത്തുന്ന അനിതര സാധാരണമായ ഒരു കാഴ്ച, ഒരു ജീവചരിത്രം കുറ്റിപ്പുഴയുടെ കാര്യത്തിലുണ്ട്. അപ്പൊ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഊണ് കഴിക്കാൻ കുറ്റിപ്പുഴയെ വിളിച്ചു. കുറ്റിപ്പുഴ അടുത്തിരുന്നു. അപ്പൊ ഗുരുവിന്റെ ആശ്രമത്തിലൊരു പ്രശ്നമുണ്ട്. എല്ലാ താഴ്ന്ന ജാതിക്കാരും ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിലുണ്ട്. അവിടെ ജാതി വ്യത്യാസമൊന്നുമില്ല. ഈ ജാതിയുടെ ഏറ്റവും പ്രശ്നം, നിങ്ങൾക്കിപ്പോ കേരളത്തിന്റെ കാര്യത്തില് ഇപ്പൊ നമ്പൂതിരി അല്ലെങ്കിൽ ഒരു നായര് ഒരാളെ തൊട്ടാലോ എന്തെങ്കിലും അശുദ്ധമായാല് ക്രിയയുണ്ട്, അത് പരിഹരിക്കാൻ ക്രിയയുണ്ട്. ഇപ്പൊ നമ്പൂതിരിയിൽ നിന്ന് 12 അടി അകലെയാണ് നായർ നിൽക്കേണ്ടത്, നായരിൽ നിന്ന് 24 അടി അകലെയാണ് ഇഴവ നിൽക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ അലിഖിത നിയമം, ജാതി നിയമം. ഇതിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായാല് അത് പരിഹരിക്കാനായിട്ട് ക്രിയകളുണ്ട്, എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം ചെയ്താൽ എന്നേക്കുമായിട്ട് ജാതി ഇല്ലാതെയാ. ആ ഒരു കാര്യം എന്ന് പറയുന്നത് കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കൂടെ ഇരുത്തി ഒരു താഴ്ന്ന ജാതിക്കാരനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവൻ ജാതിയിൽ നിന്നും എന്നേക്കും പുറത്താണ്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ അവിടെ ചെറായില് മിശ്ര ഭോജനം നടത്തിയപ്പോ കേരളത്തിൽ അതൊരു കൊടുങ്കാറ്റായിട്ട് മാറിയത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തില് കുറ്റിപ്പുഴ ചെല്ലുമ്പോ ഗുരു താഴ്ന്ന ജാതിക്കാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. കുറ്റിപ്പുഴയായി വിളിച്ചു. കുറ്റിപ്പുഴ എന്ന് ഭയങ്കര ഭക്തിക്കാരനാണ്. കുറ്റിപ്പുഴയെ വിളിച്ചു, അടുത്തിരുത്തി. അപ്പൊ ഇങ്ങനെ പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ പൊടിച്ച് കുഴച്ച് കഴിക്കണേക്ക് മുമ്പ് ഗുരു ചോദിച്ചു, എല്ലാം പോയോ എന്ന് ചോദിച്ചു. കുറ്റിപ്പുഴയ്ക്ക് മനസ്സിലായില്ല. ജാതി ചിന്ത പോയോ എന്നാണ് ചോദിച്ചത് ശരിക്കും ഗുരു. പിന്നീട് കുറ്റിപ്പുഴ തിരിച്ചറിഞ്ഞു. കുറ്റിപ്പുഴ മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ ഇരുന്നെങ്കിലും പതുക്കെ കുറ്റിപ്പുഴയിലെ ജാതി ചിന്ത എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നതിന് കാരണമായത് ശ്രീനാരായണ ഗുരുവിന്റെ സാമീപ്യമാണ്. മറ്റൊരു കാര്യം, കുറ്റിപ്പുഴയുടെ മതചിന്ത എന്നേക്കുമായിട്ട് ഇല്ലാതായത് ശ്രീനാരായണ ഗുരു മൂലമാണ്. അതിന്റെ കാരണം, ശ്രീനാരായണ ഗുരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തെ ചികിത്സിക്കാൻ മദ്രാസിലേക്ക് പല സ്ഥലത്തേക്കും എല്ലാം കൊണ്ടുപോയി. അവസാനം മിൽക്കക്കള്ളിയില്ലാതെ മൂത്രമൊന്നും പോവാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച് ഒരുപാട് വേദനകൾ സഹിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു മരിക്കുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ അന്ത്യകാലഘട്ടത്തില് കുറ്റിപ്പുഴ അവിടെ കാണാൻ പോയിരുന്നു. വേദന കൊണ്ട് ഞരങ്ങുന്ന ഗുരു, തിരിഞ്ഞും മറഞ്ഞും കിടന്ന് വേദന കൊണ്ട് പുളയുന്ന ഗുരുവിനെ കണ്ടിട്ട് കുറ്റിപ്പുഴ പറഞ്ഞു, ഇത്രയും സ്വാത്വികനായ ഒരു സന്യാസിയുടെ അവസാനം ഇങ്ങനെയാണെങ്കിൽ എന്നിലുള്ള അവശേഷിക്കുന്ന ഭക്തിചിന്ത കൂടി ആത്മീയത കൂടി ഞാൻ ഇവിടെ കുടഞ്ഞെറിഞ്ഞു കളയുന്നു എന്നാണ് കുറ്റിപ്പുഴ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ പോലെ സ്വാത്വികനായ ഒരു ആത്മീയവാദിയായിട്ടുള്ള ഒരു സന്യാസി ഇത്രമാത്രം വേദനകൾ സഹിച്ചാണ് മരിച്ചതെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് യുക്തിചിന്തയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം മുന്നേറിയപ്പോ അല്ലെങ്കിൽ ചിന്തിച്ചപ്പോ ഗുരുവിന്റെ മരണം അദ്ദേഹത്തെ ഒരു നിത്യയുക്തിവാദിയും നിരീശ്വരവാദിയുമാക്കി മാറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ കളരി എന്ന് പറയുന്നത് ആലുവ അദ്വൈതാശ്രമം. പിന്നീട് 1924 സർവമത സമ്മേളനത്തിന്റെ ഒരു സഹകാരിയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. നമുക്കറിയാം, ലോകത്തിലേക്ക് വെച്ച് 2 സ്ഥലങ്ങളിലാണ് സർവമത സമ്മേളനം നടന്നത്. ഒന്ന് അമേരിക്കയിൽ ചിക്കാഗോയിൽ, 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ. 1924 അതിന്റെ 100ാം വാർഷികം കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സഹായിയായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള.
അപ്പോ ഗുരുവിന്റെ ആശ്രമത്തിൽ ചെന്ന് ഈ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സന്യാസി പറഞ്ഞ നിരീശ്വരവാദികളായിട്ടുള്ള ശിഷ്യന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനും ഉത്തരം ശ്രീനാരായണ ഗുരു മാത്രമേ ഉള്ളൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് ഗുരു പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. അപ്പൊ അങ്ങനെ ഒരു ശിഷ്യൻ ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. അതുപോലെ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അപ്പോ അദ്വൈതാശ്രമത്തിലെ കുറ്റിപ്പുഴയുടെ ജീവിതം അദ്ദേഹത്തിന്റെ ഭാവിയെ, അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ, ജീവിത വീക്ഷണത്തെ എല്ലാം തന്നെ പരിമപ്പെടുത്തിയ ഒന്നാണ്. പിന്നീടാണ് 1928 തോന്നുന്നു അദ്ദേഹം UC കോളേജിലേക്ക് മലയാളം മുൻഷിയായിട്ടാണ് പോകുന്നത്. UC കോളേജിലെ അധ്യാപകൻ. അദ്ദേഹം എല്ലാം പഠിച്ചത് പ്രൈവറ്റ് ആയിട്ടാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞേക്കുന്നത് 2 മുറിയും 1 അറയുമുള്ള വൈക്കോല് മേഞ്ഞ ഒരു കൂര. നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ കുഗ്രാമം എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ കർഷകരായിട്ടുള്ള വലിയ നീക്കിയിരിപ്പൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ 1900-ലൊക്കെ 2 മുറിയും 1 അറയും മാത്രം വൈക്കോൽ കൊണ്ട് മേഞ്ഞ ഒരു കൂര. അതിനുള്ളിലാണ് കുറ്റിപ്പുഴ കഴിഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹം ഈ അദ്വൈതാശ്രമത്തില് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ശേഷം UC കോളേജിലേക്ക് പോകുന്നു. അദ്ദേഹം പഠിച്ചതെല്ലാം തന്നെ പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. UC കോളേജിലെത്തി അദ്ദേഹം മലയാളം, അദ്വൈതാശ്രമത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, UC കോളേജില് മലയാളം മുൻഷി. പിന്നീട് അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് പഠിച്ച് അദ്ദേഹം പ്രൊഫസറായി, ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ആ പദവികളൊക്കെ അദ്ദേഹം ആർജിക്കുന്നു. UC കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, അധ്യാപകനായിരിക്കുമ്പോഴാണ് അദ്ദേഹം 1944 ഒരു കൃതി എഴുതുന്നത്. ആ കൃതിയുടെ പേരാണ് വിചാര വിപ്ലവം. ആ കൃതി കേരള സമൂഹത്തെ ചില്ലറയൊന്നുമല്ല ബാധിച്ചത്. ആ കൃതിയിലെ 1-ാമത്തെ അധ്യായം പുരോഹിതൻ, പോലീസ്, പട്ടാളം. ആ ലേഖനത്തിലൂടെ അദ്ദേഹം പറയാണ്, പുരോഹിതനും പോലീസും പട്ടാളവും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളാണ്, ത്രിദോഷങ്ങളാണ്. 44 ആലോചിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, തിരുക്കൊച്ചി സംയോജനമോ വേറെ ഒന്നും നടന്നിട്ടില്ല. 44 കുറ്റിപ്പുഴ പോലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് ഒരാൾ ഒരു പുസ്തകം രചിച്ചേക്കാണ് വിചാര വിപ്ലവം. അതിലെ 1-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, പുരോഹിതരും പോലീസും പട്ടാളവും ഒരു സമൂഹത്തിന്റെ അനിവാര്യമായ ദോഷങ്ങളാണ്. എങ്ങനെയാണ് അവ അനിവാര്യമായ ദോഷങ്ങളാകുന്നത്? എന്താണ് പുരോഹിതം ചെയ്യുന്നത്? പുരോഹിതം ചെയ്യുന്നത് ആത്മീയമായിട്ടുള്ളൊരു മധ്യവർത്തിയായിട്ട് നിന്ന് ജനങ്ങളുടെ മനസ്സിനെ പേടിപ്പിക്കുന്നു. മനസ്സിനെ നിലയ്ക്ക് നിർത്താനായിട്ടൊരു പോലീസിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പുരോഹിതൻ. സമൂഹത്തിന് ക്രമസമാധാനം ഉണ്ടാക്കാൻ ശക്തി ഉപയോഗിക്കുന്ന, ധാർഷ്ട്യം കാണിക്കുന്ന ആൾക്കാരാണ് പോലീസുകാര്. രാജ്യം കാക്കാൻ വേണ്ടി അക്രമം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പട്ടാളക്കാര്. ഈ 3 അനിവാര്യമായ ദോഷമാണെന്ന് കുറ്റിപ്പുഴ പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. മനുഷ്യന്റെ മനസ്സിനാണ് ആദ്യം മാറ്റം വരേണ്ടത്. പോലീസ് ഇല്ലാത്തൊരു സമയത്തും നിയമം പാലിക്കണമെന്നുണ്ടെങ്കിൽ, പട്ടാളം ഇല്ലാത്തൊരു സമയത്തും കരുണയോടുകൂടി പെരുമാറണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് മനുഷ്യ മനസ്സുകൾക്കാണ്. അല്ലാതെ പോലീസിനോ പട്ടാളത്തിനോ പുരോഹിതനോ സമൂഹത്തിലൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. അതല്ലെങ്കിൽ അവര് ചെയ്യുന്നത് അനിവാര്യമായ ഒരു ദോഷമാണ്. മനുഷ്യ മനസ്സുകളെ മാറണമെന്നുണ്ടെങ്കിൽ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായി സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവർക്ക് സേവനം ചെയ്തൊരു മനോഭാവം വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ വക ജാതി മത ചിന്തകളെല്ലാം ഒഴിവായി മനുഷ്യ സമൂഹം ഒന്നാണെന്നൊരു തിരിച്ചറിവിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യ സമൂഹം ഇങ്ങനെ ജാതി മത ചിന്തകളാൽ വിഭജിതമായി കലുഷിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് നമുക്കറിയാലോ, ഇന്ന് ഏറ്റവും കൂടുതൽ ചരിത്രം ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയകളിലാണ്. വെറുതെ പടച്ചുവിടാണ് ചരിത്രം. ഇന്നാണ് ഔറംഗസേബ് ശിവജിനെ കൊല്ലുന്നു, ശിവജി ഔറംഗസേബിനെ കൊല്ലുന്നു, ടിപ്പു സുൽത്താൻ ഒരു മതഭ്രാന്തനാണ്,
എത്രയോ എത്രയോ വാർത്തകൾ ഓരോ ദിവസവും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിജസ്ഥിതി നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? കേരളത്തിലെ പുരാവസ്തു വകുപ്പിന്റെ തലവൻ എന്ന് പറയുന്നത് മോൻസൺ മാവുങ്കലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള പുരാവസ്തു വകുപ്പിന്റെ തലവൻ മോൻസൺ മാവുങ്കൽ. അദ്ദേഹം മോശയുടെ അംശവടി ഉണ്ടാക്കി, കൃഷ്ണന്റെ ഓടക്കുള്ളിൽ ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറ്റിച്ചത് വേറെ ആരെയല്ല, നിസ്സാരക്കാരെയല്ല, കേരളത്തിലെ IAS IPS ലെവലിലുള്ളവരാണ്. എന്നെ പോലെ ഒരു ചരിത്ര അധ്യാപകനെ പറ്റിച്ചിരുന്നെങ്കിൽ എനിക്കതിനകത്ത് വിഷമമില്ല. കാരണം ഞാൻ ഇത്ര പരിമിതമായ അറിവുള്ള ഒരാൾ മാത്രമാണ്. IAS IPS കിട്ടിയ ആൾക്കാരെ ടിപ്പു സുൽത്താൻ ഒരിക്കൽ പോലും ഇരിക്കാത്ത ടിപ്പുവിന്റെ കസേരയിൽ ഇരുത്തി ഒരു സെൽഫി എടുത്ത് പത്രമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്ര ബോധത്തെ കളിയാക്കിയ ഒരു സംഭവം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണം? ടിപ്പു സുൽത്താൻ എന്താണ് സംഭവിച്ചത്? ഞാൻ ചരിത്രം അധികം പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കാര്യം പറയാം. ഈ ടിപ്പു സുൽത്താൻ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷുകാരെ ഇളച്ചു കയറി. അദ്ദേഹം പടക്കളത്തിൽ മരിച്ചു വീണു. നല്ല മനോഹരമായ ഒരു സിംഹാസനം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളമാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഈ സിംഹാസനം കണ്ട ഉടനെ തന്നെ അവരുടെ കണ്ടു മഞ്ഞളിച്ചു. ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തീരുമാനിച്ചു, ഈ സിംഹാസനം ഒരു വ്യക്തിക്ക് കിട്ടാൻ പാടില്ല, പൊളിച്ച് ഇതിന്റെ പാർട്ടായിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണം. ടിപ്പു സുൽത്താന്റെ വജ്രക്കല്ലുകളെല്ലാം പതിച്ച അമൂല്യമായ സിംഹാസനം 1799 തന്നെ പൊളിച്ച് നാമാവശേഷമാക്കി അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുപോയി. അതാണ് ചരിത്രം. ആ സമയത്താണ് ആലപ്പുഴയിലുള്ള ഒരാള് കുറച്ച് തക്കാളിപ്പെട്ടി എടുത്ത് അടിച്ച് അതിനകത്തൊരു പോളിഷ് കൊടുത്തിട്ട് ടിപ്പുവിന്റെ സിംഹാസനമാണെന്ന് പറഞ്ഞ് ഇരുത്തി അമ്പരപ്പിച്ച് ഫോട്ടോ എടുപ്പിച്ചത് മറ്റാരെയുമല്ല, കേരളത്തിലെ അന്നത്തെ DGP-നെയാണ്. മനോജ് എബ്രാഹാം ഉണ്ടായിരുന്നു, ലോകനാഥ് ബെഹ്റ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ അതിനകത്ത് ഒരു അസ്വാഭാവികതയും തോന്നിയില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് കേവലം പുസ്തകങ്ങളിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒന്നല്ല. ചരിത്ര ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പറ്റിക്കപ്പെടും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കുറ്റിപ്പുഴയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാന്ദർഭികമായിട്ട് അതിനകത്തേക്ക് പോയത്. അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ചെല്ലാം തന്നെ ശ്രീ സത്യൻ അവർകൾ സവിസ്തരം പ്രഖ്യാപിച്ചു. അപ്പോ കുറ്റിപ്പുഴ UC കോളേജിൽ നിന്ന് 1944 വിചാര വിപ്ലവം എഴുതുമ്പോ അന്ന് പുരോഹിതരുടെ നേതൃത്വത്തിലാണ് ആ കോളേജ് ഉള്ളത്. പുരോഹിതർക്കും ഭക്തിക്കും വിശ്വാസത്തിനുമെതിരെ ഒരു യുക്തിവാദി ആ പുസ്തകം എഴുതിയപ്പോ UC കോളേജ് അധികൃതർ അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അന്ന് നമ്മുടെ മംഗലപ്പുഴ സെമിനാരിയില് ഫാദർ വടക്കൻ, അതൊരു സെമിനാരി വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഒരു മറുപടി ആയിട്ടൊരു കൃതിയാണ് എഴുതിയത്. വിചാരമോ വിവേകമോ എന്ന പേരിൽ തിരിച്ചൊരു കൃതി എഴുതിയിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. ഇന്ന് എന്തായിരിക്കും സ്ഥിതി? ഒരു മതവിശ്വാസത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസധാരയെ വിമർശിക്കുന്നതിൽ 1940-കളിലോ 50-കളിലോ ഉണ്ടായിരുന്ന ഒരു സഹിഷ്ണുത ഇന്ന് നമുക്കുണ്ടോ എന്ന് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. സഹിഷ്ണുതയുണ്ടായിരുന്ന ബഹുസ്വരമായ ഒരു സമൂഹം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ ബഹുസ്വരതയ്ക്ക്, ആ ഒരു സഹിഷ്ണുതയ്ക്ക് കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പല ഓർമ്മകളെയും നമ്മൾ വിട്ടുകളയുന്നത് കൊണ്ടാണ്. ആ ഓർമ്മകളെ വീണ്ടെടുക്കുക എന്നുള്ളത് ചരിത്രപരമായ നമ്മുടെ ഒരു കടമ കൂടിയാണ്. ഈ ഗാന്ധി ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. നമ്മുടെ UC കോളേജിൽ 1925 ഗാന്ധി വന്നത്. അതിന്റെ 100ാം വാർഷികത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോകും. UC കോളേജിൽ ഗാന്ധി വന്നിട്ട് നേരെ പോയത് പറവൂർക്കാണ്. ഗാന്ധി അന്നൊരു ഫിലിം സ്റ്റാറിനേക്കാൾ കൂടുതൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധി. ഗാന്ധിയെ ഏറ്റവും അധികം നിശിതമായിട്ട് വിമർശിച്ച ഒരാള് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പറഞ്ഞു, ഗാന്ധിജിയുടെ മുളവടി, അദ്ദേഹത്തിന്റെ നാമജപം
സന്യാസ വേഷം, ഇതെല്ലാം ആത്മീയമായ ഒരു ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ആത്മീയമായ പരിവേഷം നൽകി ചൂഷണം ചെയ്യുന്നത് അധാർമികമാണെന്ന് മുഖത്ത് നോക്കി പറയാൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് സാധിച്ചുള്ളൂ. ഗാന്ധിജി അന്ന് ഏറ്റവും കൂടുതൽ പേരെടുത്ത് നിൽക്കുന്ന ഒരു സമയം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കണ്ണൂർ ഒരു ഭാഗത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ഗാന്ധിജിയെ നിശ്ചിതമായിട്ട് വിമർശിച്ചു. സദസ്സ് ഇളകി. അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. ഈ കുറ്റിപ്പുഴ വിസ്മരിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറ്റിപ്പുഴ ആരെയും വിമർശിക്കും. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് അനുഭാവിയായിരുന്നു. സോഷ്യലിസ്റ്റ് റഷ്യയെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. ലോകത്തിലേക്ക് ആദ്യമായിട്ട് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അതിനെ വാനോളം പുകഴ്ത്താൻ കുറ്റിപ്പുഴ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിന് ശേഷം, സ്റ്റാലിനോട് കൂടി അത് വഴിതിരിഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ട് മുന്നേറിയപ്പോ അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാൻ കുറ്റിപ്പുഴ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. തന്റെ ഗുരുനാഥനായിട്ടുള്ള വള്ളത്തോളിനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. തന്റെ വ്യക്തിബന്ധങ്ങൾ ഒരിക്കൽ പോലും ഒരു വിമർശനത്തിന് തടയിടുന്ന ഒന്നായിട്ട് അദ്ദേഹം ഒരിക്കലും പരിഗണിച്ചില്ല. അദ്ദേഹം വിമർശിച്ചത് ആശയങ്ങളെയാണ്, ഒരിക്കലും വ്യക്തികളെയല്ല. അപ്പൊ അതാണ് പറയുന്നത്, ഗാന്ധിയെ ഒരു നിശ്ചിതമായിട്ട് വിമർശിച്ച ഒരാളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളെയും, ഇപ്പൊ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയം, അഹിംസ എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള ബോധ്യം കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഗാന്ധിക്ക് ഒരു സ്വഭാവമുണ്ട്, അദ്ദേഹം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാല് ഉടനെ നിരാഹാര വ്രതം ആരംഭിക്കും. ഈ നിരാഹാര വ്രതത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്റെ വീട്ടിലെ കുട്ടി എന്റെ മുമ്പിൽ പട്ടിണി കിടക്കുന്നു, ഞാൻ പറയുന്നു ചോറ് തിന്നുന്നില്ല. ആർക്കാണ് വിഷമം വരുന്നത്? എന്റെ കൊച്ചു പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഈ പ്രശ്നത്തിന് തീരുമാനമാവാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കൊച്ചു വാശി പിടിക്കുന്നു. കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം കാര്യം നടക്കണം. ഈ ഒരു ചൈൽഡിഷ്നെസ്, ഈ ഒരു കുട്ടിത്തം ഗാന്ധിയിൽ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റിപ്പുഴ പറയുന്നത്. അദ്ദേഹം നിരാഹാരവ്രതം അനുഷ്ഠിക്കുമ്പോ, സ്വയം പീഡിപ്പിക്കുമ്പോ എതിരാളിയുടെ മനോഭാവത്തിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. ആ വേദന ഒരു തരത്തിലുള്ള ഒരു ഹിംസയാണ്. അതുകൊണ്ട് ഗാന്ധിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ എല്ലാവരാലും സ്വീകരിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിച്ച ഒരാളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. പക്ഷേ 1948 ജനുവരി 30 ഗാന്ധി മരിച്ചു എന്ന് അറിയുന്നത് കുറ്റിപ്പുഴ വൈകുന്നേരം നടക്കാൻ പോകുമ്പോഴാണ്. ഗാന്ധി മരിച്ചു എന്ന് റേഡിയോ വാർത്ത കേട്ടപ്പോ അദ്ദേഹം നടന്ന് തിരിച്ചു വന്നപ്പോ വീട്ടില് അനുജൻ ചന്ദ്രനുണ്ട്. ചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കുറ്റിപ്പുഴ പറഞ്ഞു, പോയി ചന്ദ്ര പോയി. താൻ ഏറ്റവും അധികം വിമർശിച്ച, നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കിയ ഒരാളെ കുറിച്ച് കുറ്റിപ്പുഴയിലെ മനുഷ്യസ്നേഹി പറഞ്ഞതാണ്, പോയി ചന്ദ്ര പോയി. ഗാന്ധിയെ ഏറ്റവും അധികം വിമർശിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരാളാണ് അദ്ദേഹം. രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ത്യാഗസന്നദ്ധതയെ വാനോളം പുകഴ്ത്താൻ ഈ വിമർശനത്തിനിടയിലും കുറ്റിപ്പുഴ ഒരിക്കലും മറക്കുന്നില്ല. ഞാൻ ചുരുക്കുകയാണ്. കുറ്റിപ്പുഴയുടെ വീട്ടില് ഞാൻ പറഞ്ഞു 3 സഹോദരങ്ങളും ഒരു സഹോദരിയാണ് ഉള്ളത്. അനിയൻ ഒരു പരമേശ്വരൻ, ഒരു നാരായണൻ, ഒരു ചന്ദ്രൻ, ഒരു ഗൗരിയമ്മ, 4 പേരാണുള്ളത്. അതില് നമ്മുടെ കുറ്റിപ്പുഴക്കാരനായിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ 1930-കളിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പോയ ഒരു ചരിത്രം കുറ്റിപ്പുഴയുടെ ഒരു അനിയനുണ്ട്, ശ്രീമാൻ നാരായണൻ. അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്നാണെന്ന് ആലോചിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊരാള് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയൊരു ചരിത്രം നമുക്കുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി അവിവാഹിതനായിട്ട് കുറ്റിപ്പുഴയോട് കൂടി ഉണ്ടായിരുന്ന ഒരു ഇളയ അനുജന്റെ പേരാണ് ചന്ദ്രൻ. അദ്ദേഹത്തോടൊപ്പമാണ് ചന്ദ്രൻ വിവാഹം ചെയ്തിരുന്നില്ല. കുറ്റിപ്പുഴയോടുകൂടെ മരണം വരെ അനുജൻ ചന്ദ്രൻ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ പഠനമൊക്കെ ആലുവാദ്വൈത ആശ്രമത്തില് കുറ്റിപ്പുഴ ഗുരുവിന്റെ കൂടെ നിൽക്കുമ്പോ ചന്ദ്രനും അദ്ദേഹത്തോടൊപ്പം അദ്വൈത ആശ്രമത്തിലുണ്ടായിരുന്നു. ഒരു വേള UC കോളേജിലേക്ക് അദ്ദേഹം പഠിപ്പുമായിട്ട് മാറിയപ്പോഴും അദ്ദേഹം അദ്വൈത ആശ്രമത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നിരുന്നത്.
നിത്യചൈതന്യ യതിയും കുറ്റിപ്പുഴയും തമ്മിലൊരു ബന്ധം കൂടിയുണ്ട്. ഞാൻ കഥ ഇങ്ങനെ പറഞ്ഞാലും ഒരുപാടാകും, എന്നാൽ ഇതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ശ്രീ നിത്യചൈതന്യ യതി അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികമാണ് നമ്മള് 2024 ആഘോഷിച്ചത്. നിത്യചൈതന്യ യതി ജയചന്ദ്ര പണിക്കര് പത്തനംതിട്ടയിലെ കോന്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ച ഒരു ജയചന്ദ്ര പണിക്കര് ഒരു അരാജകത്വപരമായുള്ള ഒരു ജീവിതം നയിച്ച് സന്യാസ ജീവിതം ആഗ്രഹിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് ആലുവ UC കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ജോണച്ചൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് UC കോളേജില് ബിരുദത്തിന് ചേർക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ പ്രദേശമൊക്കെ തിരുവിതാംകൂറിൽ വരുന്ന ആൾക്കാണ്. നമ്മുടെ ഈ പ്രദേശം കൊച്ചിയിലല്ല വരുന്നത്, തിരുവിതാംകൂറിലാണ് വരുന്നത്. നമ്മൾ ഒരു പരിധി വരെ രാജ്യദ്രോഹികളുമാണ്. നമ്മുടെ ഇപ്പൊ വലിയ ഇന്ത്യ മഹാരാജ്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിന്തിക്കണം, തിരുവിതാംകൂർ എന്താണ് തീരുമാനിച്ചത്? 1947 ഓഗസ്റ്റ് മാസത്തിന് മുമ്പ് ഒരു ഇടവേള തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമി നിശ്ചയിച്ചു, നമ്മൾ തിരുവിതാംകൂർ ഇന്ത്യയോടൊപ്പം ചേരുന്നില്ല, നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലകൊള്ളും, ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് നിലകൊള്ളും എന്നതും ഈ പ്രവൃത്തിയും തമ്മിലുള്ള ഒരു സമന്വയം, പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു സമന്വയമാണ് വാസ്തവത്തിൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരിക്കൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ശക്തൻ തമ്പുരാനെ കുറിച്ച് അല്പം കടന്ന ഒരു കാര്യം പറഞ്ഞു. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ശക്തൻ തമ്പുരാൻ 10,000 ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു, കുറ്റിപ്പുഴ പറയും. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പിള്ളേരൊക്കെ ഇങ്ങനെ നിശബ്ദമായിട്ടിരുന്നു. അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു. ഇത് കടന്ന കഴിയാണെങ്കിൽ അന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിചാരിച്ചിട്ട് അത്രയും പേരെ തെണ്ടികളാക്കാൻ പറ്റുള്ളൂ. 10,000 ബ്രാഹ്മണരെ മാത്രമേ തെണ്ടികളാക്കാൻ പറ്റുള്ളൂ. അതായത് ശക്തൻ തമ്പുരാൻ അന്നദാനം കൊടുത്തിരുന്നത് എന്തോ മഹത്തായ ഒരു കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചപ്പോ കുറ്റിപ്പുഴയിലെ യുക്തിവാദി പറഞ്ഞ്, ശക്തൻ തമ്പുരാൻ വിചാരിച്ചിട്ട് 10,000 പേരെ അല്ലേ തെണ്ടികളാക്കാൻ സാധിച്ചുള്ളൂ. സ്വന്തം വിയർപ്പ് കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് ഭക്ഷിക്കണം എന്ന രീതിയിൽ ചിന്തിച്ച് അതേ രീതിയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു കുറ്റിപ്പുഴ. സമൂഹത്തോടോ പാർട്ടിയോടോ വിശ്വാസത്തോടോ സിദ്ധാന്തങ്ങളോടോ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കുറ്റിപ്പുഴ. അദ്ദേഹത്തിന്റെ അവസാനവും അതുപോലെ ഒരു പരിതാപകരമായിരുന്നു. അദ്ദേഹം വിവാഹം ചെയ്തിരുന്നില്ല. ഞാൻ പറഞ്ഞ 1962 അദ്ദേഹം UC കോളേജിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നു. 1970 അനുബന്ധിച്ച് അദ്ദേഹത്തിന് നെഹ്റു സോവിയറ്റ് അവാർഡ് ലഭിക്കുന്നുണ്ട്. സോവിയറ്റ് റഷ്യയെ കുറിച്ച് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോ റഷ്യയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ഒരു അനുമതി കിട്ടി. യാത്രാ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടെ എല്ലാ ചെലവും ഉൾപ്പെടെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നു ഒരവസരം. കുറ്റിപ്പുഴ പറഞ്ഞു, ഞാൻ ആ യാത്രയ്ക്ക് പോകുന്നില്ല. ജീവിതത്തിന്റെ ഈ സായാഹ്ന വേളയിൽ സോവിയറ്റ് റഷ്യ കാണുന്ന അദ്ദേഹത്തിന് ഉത്കടമായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ആ യാത്ര, ആ ഒരു ഓഫർ നിരാകരിക്കുകയാണ് ചെയ്തത്. 1971 ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു CSI ബുക്ക് സ്റ്റോളിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാവും. അദ്ദേഹം തളർന്നു വീണു. ഉടനെ തന്നെ അദ്ദേഹത്തെ UC കോളേജിന് സമീപത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെ ഡോക്ടറൊക്കെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, നേരെ അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റല് LF ഹോസ്പിറ്റലാണ്, അങ്കമാലി LF ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോയി. അന്ന് നമ്മുടെ നാട്ടിലെ കാരണന്മാർക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ ഈപ്പനാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലായ്പ്പോഴും മതത്തെയും ദൈവത്തെയും എല്ലാം തന്നെ വിമർശിച്ച ഒരാള് ചെന്നപ്പെട്ട ഹോസ്പിറ്റല് ഒരു മതവാദികളുടെ ഹോസ്പിറ്റലിലേക്ക്. അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തതോ കന്യാസിമാരാണ് ചുറ്റും നിന്ന് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തു. ഒരിക്കൽ പോലും ഒരു നിരീശ്വരവാദിയാണെന്നോ ഒരു യുക്തിവാദിയാണെന്നോ കരുതിയിട്ടല്ല അവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത്. ആദ്യം അവർക്ക് മനസ്സിലായില്ല ഇത് ആരാണ് വന്ന് കിടക്കണമെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലാവുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായുള്ള C. അച്യുതമേനോൻ ഉൾപ്പെടെ മുണ്ടശ്ശേരി ഉൾപ്പെടെ
കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാം തന്നെ അങ്കമാലി LF ആശുപത്രിയിലേക്ക് ഒഴുകിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു മഹനീയ വ്യക്തിത്വമാണല്ലോ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അപ്പൊ കുറ്റിപ്പുഴയുടെ കൂടെ നിൽക്കാനാണ് ഉണ്ടായിരുന്നത്. കുറ്റിപ്പുഴയുടെ സന്തത സഹചാരിയായിട്ട് ശ്രീമാൻ AV ജോസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. തൃശ്ശൂര് പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിരുന്നു AV ജോസ്. കുറ്റിപ്പുഴയുടെ സിദ്ധാന്തങ്ങളിൽ ആകർഷ്ടനായിട്ടുള്ള AV ജോസ് നിരന്തരം അദ്ദേഹത്തെ യാത്രകളിൽ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു സഹായിയായിട്ട് മാറുകയും ചെയ്തു. സാഹിത്യ അക്കാദമിയിലൊക്കെ പോകുമ്പോൾ AV ജോസാണ് അദ്ദേഹത്തെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുറ്റിപ്പുഴ വീണു എന്നറിഞ്ഞപ്പോ AV ജോസ് വന്നു. അദ്ദേഹം ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഒരു അംബാസിഡർ കാറ് ഏത് നിമിഷവും ഉപയോഗിക്കാവുന്ന രീതിയിൽ LF ഹോസ്പിറ്റലിൽ അദ്ദേഹം നിർത്തി. അദ്ദേഹം ജോലിക്ക് പോകാതെ തന്നെ കുറ്റിപ്പുഴയോടുകൂടെ നിന്ന് അദ്ദേഹത്തിന്റെ അനുജൻ ചന്ദ്രനോടൊപ്പം നിന്ന് കുറ്റിപ്പുഴയെ ശുശ്രൂഷിച്ചു. ഏകദേശം 41 ദിവസം അർദ്ധബോധാവസ്ഥയിൽ കുറ്റിപ്പുഴ LF ആശുപത്രിയിൽ കിടന്നു. പിന്നീട് ഒരു ഫെബ്രുവരി 11-ാം തീയതി 1971 ഫെബ്രുവരി 11-ാം തീയതി കുറ്റിപ്പുഴ വൈകുന്നേരം ഒരു 5:30 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത് UC കോളേജിൽ നിന്ന് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ശിഷ്യന്മാരെല്ലാം തന്നെ അനുധാവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലുവ SNDP ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോയത്. SNDP ശ്മശാനത്തില് അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു SNDP-യിലെ ഈ ദഹിപ്പിക്കലൊക്കെ ചെയ്യുന്ന ചുമതലക്കാരന് അല്പം പണം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ദീർഘവീക്ഷണമാണ്. പണം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. തന്റെ ക്രിയകൾക്ക് മറ്റാരിൽ നിന്നും പണം സ്വീകരിക്കരുതെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ കുറ്റിപ്പുഴ ആലുവ SNDP ശ്മശാനത്തിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ചു. എന്തായാലും ചിതാഭസ്മമാണല്ലോ. ചിതാഭസ്മം എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അപ്പൊ അവിടുത്തെ കൈകർത്താവ് ചോദിച്ചത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. AV ജോസ് ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ആ ചിതാഭസ്മം നേരെ ആ വയലിലേക്ക് എറിഞ്ഞൊള്ളുക. അങ്ങനെ കുറ്റിപ്പുഴയുടെ ഭൗതിക ശരീരം അതിന്റെ ചിതാഭസ്മ രൂപത്തിൽ ഈ മണ്ണിന്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ ഒരു ഭൗതിക ശരീരം ചിതാഭസ്മമായിട്ട് ഒഴുക്കിയിട്ടുള്ളത് നെഹ്റുവിന്റെയാണ്, സാക്ഷാൽ നെഹ്റുവിന്റെ. നെഹ്റുവിന്റെ വലിയൊരു ആരാധകനായിരുന്നു കുറ്റിപ്പുഴ. നെഹ്റുവിനോടുള്ള ആരാധന കൊണ്ടാണ് അദ്ദേഹം കുന്നുകരയിൽ ഒരു ലൈബ്രറി ആരംഭിച്ചപ്പോ അതിന് ജവഹർ ലൈബ്രറി എന്ന പേര് കൊടുത്തത്. നെഹ്റുവിന്റെ യുക്തിബോധം, നെഹ്റുവിന്റെ സ്വാതന്ത്ര്യബോധം എല്ലാം തന്നെ കുറ്റിപ്പുഴയെ ഒട്ടേറെ ആകർഷിച്ചൊരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. UC കോളേജിലെ ഒരു കസേര അവരെ ഒഴിച്ചിടാറുണ്ട് കുറ്റിപ്പുഴയ്ക്ക് എപ്പോ വന്നാലും ഇരിക്കാൻ വേണ്ടി. ആ കസേരയിൽ ആരും ഇരിക്കാറില്ല, ഒരു ചാരു കസേര. ആ ഒരു അത്തരത്തിലൊരു കസേര ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. സ്വതന്ത്രമായ വിമർശനം, നിശിതമായ രാഷ്ട്രീയ ബോധം, മൂർത്തതയുള്ള ആശയങ്ങളുടെ ആവിഷ്കാരം, ഇതെല്ലാം നിർവഹിച്ചിരുന്ന ഒരു സ്വതന്ത്ര ചിന്തകന്റെ, ഒരു യുക്തിവാദിയുടെ, ഒരു മനുഷ്യസ്നേഹിയുടെ, സർവോപരി ഒരു പണ്ഡിതന്റെ ഒരു കസേര കേരളത്തിന്റെ സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കസേരയെ നോക്കി ഗദ്ഗതപ്പെട്ടുകൊണ്ട്, ആ ഓർമ്മകൾക്ക് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പുഷ്പാങ്കരനേട്ടൻ, ഈ പരിപാടി, ഈ വീട്ടുമുറ്റ സദസ്സ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ശ്രീ PR സത്യൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ അനുസ്മരണം നടത്തിയ ജോബി സാറ്, എനിക്ക് കൃത്യമായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങളും മറ്റും നൽകിക്കൊണ്ട് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ജനീഷ്, മോഹനൻ, ശോഭ, അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ കൃഷ്ണകുമാർ,
അതുപോലെ തന്നെ ചെറിയ തേക്കാനം എന്ന ഗ്രാമത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എൻ്റെ കുട്ടികളെ, അതുപോലെ തന്നെ എൻ്റെ മറ്റു സജ്ജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് തോന്നുന്നു ആശംസാ പ്രസംഗം ഞാൻ എഴുതി തയ്യാറാക്കിയതെല്ലാം വളരെ സവിസ്തരം ഇവിടെ സത്യൻ ചേട്ടനും അതുപോലെ തന്നെ ജോബി മാഷും വളരെ അക്ഷരം വിടാതെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതി തയ്യാറാക്കിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ മറ്റോ വായിച്ചിട്ടല്ല. ഇപ്പം സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പ്രതിവേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഗൂഗിൾ ഭഗവതി ഉണ്ടല്ലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറിഞ്ഞ് കടന്നുകൊണ്ട്, കാരണം 1-2 ദിവസം നിന്ന് പ്രസംഗിച്ചാൽ പോലും തീരാത്ത രീതിയിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ കുറിച്ച് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജനനം തൊട്ട് മരണം വരെയും അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹം കീഴടക്കിയ മേഖലയെക്കുറിച്ച് കൊണ്ടല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറിയ രേഖാചിത്രമായിട്ട് കടത്തിവിടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും, സത്യനും അതോടൊപ്പം തന്നെ ജോബി സാറിനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാനിനി അതിലേക്ക് കടക്കുന്നത് ഒരു വിരോധാഭാസമായിരിക്കും എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് ഏറെ അഭിമാനിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലും എനിക്ക് കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാവുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഏകദേശം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷത്തെ കുറിച്ചുകൊണ്ട് ചിന്തിക്കുന്നതിന് വേണ്ടി കുന്നുകരയിലൊരു യോഗം നടന്നിരുന്നു. ഞാനതിൽ വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് ക്ഷണം കിട്ടിയിരുന്നു, ഞാനതിൽ പങ്കെടുത്തിരുന്നു. അമ്മ ഈ ഒരു ആശയം പറഞ്ഞിരുന്നു, ഇങ്ങനെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കണം. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സദസ്സിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നിവിടെ കാണുന്നത്. അതിലേറെ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഞാനിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതൊരു കാരണമായിരുന്നു. കാരണം എനിക്കിന്ന് എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണം, വൈഫ് അവിടെ നിന്ന് 2-3 പ്രാവശ്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം സാധാരണ സ്ത്രീകളുടെ ഭാര്യമാരോടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പം അതും ഒരു വശത്ത് പറയാം. ഞാൻ അതിന് പോയിട്ട് ഞാൻ സാറെന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സാറെ 19-ാം തീയതി ഒട്ടനവധി കല്യാണങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണം കൂടിയുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ എത്താൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു മനോഹരൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഞാൻ അതിൽ വയ്ക്കും, അതിൽ വേറെ വിഷമം വിചാരിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആ ഉള്ളിലുള്ള ആഗ്രഹം പൂർത്തീകരണം എന്ന രീതിയിൽ ഞാൻ വൈഫിനോട് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാല വയൽക്കര കേന്ദ്രീകരിച്ച് അടുവാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ മെമ്പറാവുന്ന സമയത്തും അവിടെ അവർ സ്വീകരണം തന്ന സമയത്ത് ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു. ഇപ്പം സാറ് ഇവിടെ 1-2 വായനശാലകളെ കുറിച്ചുകൊണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് സ്ഥാപിച്ച വായനശാലയെ കുറിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് കുറ്റിപ്പുഴയിൽ അറിയപ്പെടുന്ന 2 വായനശാലയാണ്. ഒന്ന് കുന്നുകര ഗ്രാമപഞ്ചായത്ത് ചടങ്ങെന്ന രീതിയിൽ നടത്തുന്ന ഒരു വായനശാലയും അതോടൊപ്പം തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാല എന്നറിയപ്പെടുന്ന അടുവാശ്ശേരിയിൽ നടത്തപ്പെടുന്ന കൃത്യമായ രീതിയിൽ ഒരു വായനശാല എങ്ങനെയാണോ സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്ന് നമുക്ക് മുന്നിൽ രേഖാചിത്രമായി കാട്ടിത്തരുന്ന അതിൽ എടുത്തു പറയുന്ന 2 വായനശാല ഇതിക്ക് മുമ്പുണ്ടായിരുന്നു. പ്രസക്തമായ ആളുകൾ വന്ന് ഉദ്ഘാടനം ചെയ്ത വായനശാലകൾ അത് എന്തുകൊണ്ട് നാമാവിശേഷമായി എന്നുള്ളതിലാണ് ഇതിൻ്റെ സംഘാടകരെ നമ്മൾ എടുത്തു കാട്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ പുഷ്പാനന്ദൻ ചേട്ടനായാലും അല്ലെങ്കിൽ പ്രദീപേട്ടനായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 1-2 പേരെ എനിക്ക് ഏത് പരിപാടിയിൽ പോയാലും എനിക്ക് കാണാൻ സാധിക്കുന്ന ആളാണ്. അതിലൊന്ന് നേരത്തെ സത്യൻ ചേട്ടൻ സൂചിപ്പിച്ച ഒരു കാലത്ത് പ്രസിദ്ധീകരണങ്ങളിൽ കൂടെയൊക്കെ മലയാളികളെ പിടിച്ചിരുത്തിയ 1-2 പേരും അതിലുണ്ട്. അപ്പൊ ആ തരത്തില് അങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇപ്പൊ 5ാമത്തെ വീട്ടു സദസ്സാണെന്ന് പറഞ്ഞു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ പോലെ അതുപോലെ ജോബി സാർ അനേകം സാഹിത്യകാരന്മാരെയും മറ്റും അതിൽ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. അപ്പൊ കൃത്യമായ രീതിയിൽ ഇതേപോലെ, കാരണം ഇന്ന് വായന മരിച്ചുകൊണ്ടിരിക്കുക, ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയിരിക്കണം. എല്ലാവരും വിരൽ തുമ്പിൽ മൊബൈൽ നോക്കിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു സമയത്ത് ഇതേപോലെ കൊച്ചുകുട്ടികളുടെ ഉള്ളിലേക്ക് ഇപ്പൊ DGPയുടെ കാര്യം പറഞ്ഞു, ഒട്ടും അതിശയപ്പെടേണ്ട കാര്യമല്ല. നമ്മുടെ തന്നെ ഇപ്പൊ കുന്നുകരയിൽ തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് കുറ്റിപ്പുഴയ്ക്ക് ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ നമോമണ്ഡലങ്ങളിൽ സാഹിത്യ മണ്ഡലങ്ങളിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. കുന്നുകരയിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും അതിനെക്കുറിച്ച് കൊണ്ട് ഒരു അറിവില്ല. ഇപ്പൊ DGP ആ കസേരയിൽ കയറിയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടിപ്പുവിന്റെ വാളാണെന്നും പറഞ്ഞുകൊണ്ടിടത്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. കാരണം എന്താ, അവര് സാഹിത്യത്തെ കുറിച്ചുകൊണ്ട് ഇന്ന് അറിവില്ലായ്മയിലേക്കാണ് അത് പോയത്.
സാറ് പറഞ്ഞു വളരെ കറക്റ്റാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയിൽ സാറിന്റെ സ്കൂളിൽ ചോദിച്ചു എന്ന് പറഞ്ഞു, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആരാണ്? ആരും കുട്ടികളാരും ഉത്തരം പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒട്ടനവധി സാഹിത്യകാരന്മാരുടെ പേര് ചോദിക്കലും പലർക്കും പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ഇന്ന് ഈ വക കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 35 വയസ്സിന് താഴെയുള്ള ഇപ്പോഴത്തെ തലമുറയോട് ചോദിച്ചാൽ ഈ വക കാര്യങ്ങളിലൊന്നും വലിയ പരിജ്ഞാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതേപോലുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വരും തലമുറയെ പോലും, എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു കുട്ടികളെ പോലോടും അവർക്ക് കൃത്യമായ രീതിയിൽ ഈ വിവരങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്മനസ് കാട്ടുകയും അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ടിറങ്ങിയ ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാലയുടെ അമരക്കാർക്കും അതോടൊപ്പം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്റെ ഗ്രാമത്തിലും ഇതിന് വിത്തുപാകുവാൻ വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വായനശാലയിലേക്ക് പുസ്തകങ്ങള് കണ്ടെന്നാണ് നമ്മൾ ഇന്നലെ വീടുകളിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം നമുക്ക് ബുക്കുകൾ പലരും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള 2-3 പേര് പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. അടുത്തതായിട്ട് മഞ്ജു, ചിത്ര ചേച്ചി, വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 125ാമത് ജന്മദിനത്തോടനുബന്ധിച്ചുള്ള വീട്ടുമുറ്റ സദസ്സ് കുറ്റിപ്പുഴ അടുവശ്ശേരി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മാരകത്തിലുള്ള ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിലുള്ള വീട്ടുമുറ്റ സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ചെറിയകാലത്ത് ആരംഭിക്കാനിരിക്കുന്ന വായനശാലയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ ഇവിടെ ആരംഭിക്കാനിരിക്കുന്ന ഗ്രാമീണ വായനശാലയ്ക്ക് നമുക്ക് നമ്മുടെ ഗോപിച്ചേട്ടൻ സ്ഥലം അമ്പലത്തിനടുത്തുള്ള അദ്ദേഹത്തിന്റെ പഴയൊരു കെട്ടിടം നമുക്ക് വിട്ടുതരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി അതോടൊപ്പം നമുക്ക് കുറച്ച് ഫർണിച്ചർ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഉടനെ തന്നെ എത്രയും വേഗം വായനശാല തുടങ്ങുവാൻ സാധിക്കും. അതിലേക്ക് ആവശ്യമായ പുസ്തകങ്ങളായിട്ടും മറ്റ് ചെറിയ ചെറിയ അവരെ കൊണ്ട് കഴിയുന്ന ഷെൽഫ് പോലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ മാനുവലായിട്ടുള്ള പണി എല്ലാവരുടെയും കൂടെ ഒന്ന് ചെയ്തോ സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ നമസ്കാരം. ഒരു ദീർഘമായ പ്രസംഗമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാല കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ 125ാമത് വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ഈ ചെറിയകാലത്ത് ഒരു വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിന് മുൻകൈയെടുത്ത പ്രദീപ്, പുഷ്കരൻ, ഗോപി സാറ്, സത്യൻ ചേട്ടൻ, പിന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റുള്ളവരും എല്ലാവർക്കും ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ വായനശാലയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ എന്നെ ഇവിടെ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി വന്ന എൻ്റെ എല്ലാ നാട്ടുകാർക്കും ഞാൻ എൻ്റെ പേരിലും ഇവിടെ തുടങ്ങാനിരിക്കുന്ന നമ്മുടെ പുതിയ വായനശാലയുടെ പേരിലും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. യോഗത്തിന്റെ ആരാധനായിട്ടുള്ള അധ്യക്ഷൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ വി കെ പുഷ്പാങ്കരൻ അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 124ാമത് ജന്മദിനമായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി, 2024 ഓഗസ്റ്റ് 1-ാം തീയതി. ആ പരിപാടി വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 125ാമത് ജന്മവാർഷികമായിട്ടുള്ള 2025 ഓഗസ്റ്റ് 1-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം
വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുന്നതിനായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാല സമാരംഭം കുറിക്കുന്നത് 2024 ജൂലൈ മാസത്തിലാണ്. ഈ ജൂലൈ മാസത്തിൽ കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ കൂടിയ സ്വാഗത സംഘ രൂപീകരണ യോഗം മുതൽ ഇന്നുവരെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വായനശാല നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് വീട്ടുമുറ്റ സദസ്സ് എന്ന തരത്തിൽ ഇവിടെ ഇന്ന് നടക്കുന്നത്. ഇത് 5ാമത്തെ വീട്ടുമുറ്റ സദസ്സാണ്. ഈ വീട്ടുമുറ്റ സദസ്സ് നടത്തുന്നതിന് വേണ്ടി അധികം ദിവസമായില്ല ഞങ്ങൾ വായനശാല ഇവിടെ ഈ നാട്ടിലെ മറ്റൊരു വായനശാല ആരംഭിക്കുന്നതിന് തയ്യാറെടുക്കുന്ന സഹൃദയരോട് സംവദിച്ചിട്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ തന്നെ ഇതിന് സർവസമ്മതം മൂളുകയും ഇവിടുത്തെ എല്ലാ വീടുകളും കയറി എല്ലാ വീട്ടുകളിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനും ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വായനശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടുത്തെ പ്രവർത്തകർ എപ്പോഴും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ 2 ദിവസം ഞാനും ഇവിടുത്തെ വീടുകൾ കണ്ടു. ഞാൻ സാധാരണഗതിയിൽ ഇതില് ഇടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആകെ ഒരു റോഡ് മാത്രമാണ് ഞാൻ കണ്ടിരുന്നതുള്ളൂ. പക്ഷെ ഇവരുടെ കൂടെ ഈ വാർഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ധാരാളം റോഡുകൾ, കൃഷി ഇടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, കൂവ കൃഷി, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കൃഷികളെല്ലാം ഇവിടെ ഞങ്ങൾ കണ്ടു. ധാരാളം പുതിയ വ്യക്തികളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. എന്തായാലും ഈ 3 ദിവസം കൊണ്ട് ഈ ഒരു വീട്ടുമുറ്റ സദസ്സ് ഇവിടെ ഗംഭീര വിജയമാക്കുന്നതിന് ഇവിടുത്തെ നാട്ടുകാരും ഈ പുതിയ വായനശാല തുടങ്ങാൻ പോകുന്നതിന്റെ പ്രവർത്തകരും അക്ഷയട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട എൻ്റെ 1-2 ഓർമ്മകൾ. അദ്ദേഹവുമായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ അന്വേഷിച്ച്, നിങ്ങൾ വിചാരിക്കും ജീവിച്ചിരിക്കാത്ത ഒരാളെ എങ്ങനെ അന്വേഷിക്കും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച്, അദ്ദേഹം ഇടപെട്ട മേഖലകളെ കുറിച്ച്, അദ്ദേഹം ഇടപെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനായിട്ട് ഞങ്ങൾ പല യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഞാനും ജോബി മാഷും അതുപോലെ വായനശാലയുടെ മറ്റു പ്രവർത്തകർ. അതിന്റെ ഭാഗമായി ഒരു പ്രാവശ്യം ഞങ്ങൾ സാഹിത്യ അക്കാദമി തൃശ്ശൂരിൽ ചെന്നു. സാഹിത്യ അക്കാദമിയിൽ ചെന്നിട്ട് പറയുന്നു, ഞങ്ങൾ കുറ്റിപ്പുഴയുടെ നാട്ടുകാരാണ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം മാത്രം മതി അദ്ദേഹത്തിന്റെ മഹത്വം വിളിച്ചോതുവാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ അദ്ദേഹം കൈമാറിയത് അയ്യന്തോളിലുള്ള അപ്പൻ തമ്പുരാൻ സ്മാരക വായനശാലയ്ക്കാണ്. ആ വായനശാലയിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ആണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ അവിടുത്തെ ജീവനക്കാര്, അവിടുത്തെ നാട്ടുകാര്, കുറ്റിപ്പുഴയുടെ നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കാൻ കാണിച്ച ആ മഹാമനസ്കത മാത്രം മതി അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ. അദ്ദേഹം എഴുതിയ 1940 മുതൽ എഴുതിയ ലേഖനങ്ങളുടെയും മറ്റും പകർപ്പുകൾ എടുക്കുന്നതിനും രചനകൾ കണ്ടെത്തുന്നതിനും അവർ ഞങ്ങളോടൊപ്പം കൂടെ നിന്നു. മറ്റൊരു അവസരത്തിൽ എസ് വസന്തൻ സാറിനെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. ആ അനുഭവം വേറൊന്നുമല്ല, UC കോളേജിൽ വെച്ച് നിരന്തരമായി വിമർശനങ്ങളായിട്ടുള്ളതും അല്ലെങ്കിൽ യുക്തിഭദ്രങ്ങളായിട്ടുള്ള ധാരാളം രചനകൾ എഴുതിയ അദ്ദേഹത്തിന് മാനേജ്മെന്റ് ഒരിക്കൽ ഒരു താക്കീത് കൊടുത്തു. ഇനി മുതൽ ഇത്തരത്തിലുള്ള രചനകൾ എഴുതരുത് എന്നുള്ള തരത്തിൽ അദ്ദേഹം വീണ്ടും അത്തരത്തിലുള്ള രചനകൾ എഴുതി. മാനേജ്മെന്റ് പറഞ്ഞു, നിങ്ങളെ പിരിച്ചുവിടും എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ മാപ്പ് എഴുതി തന്നെ എന്ന് പറഞ്ഞു. അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തു. പിറ്റേ ദിവസവും അദ്ദേഹം അതേപോലെ തന്നെ വീണ്ടും രചനകൾ എഴുതുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. മാനേജ്മെന്റ് ഇത് കണ്ടപ്പോൾ മാപ്പ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കീശയിൽ നിന്ന് ഒരു പേപ്പർ എടുത്തു കൊടുത്തു. നിങ്ങൾക്ക് വേണ്ട മാപ്പ് എൻ്റെ ഉണ്ട്, ഞാൻ ഇനിയും ഇതുപോലെ സംസാരിക്കും എന്നാണ് ആ വസന്തൻ സാറ് ഞങ്ങളോട് സംസാരിച്ചത്. മറ്റൊരു പ്രാവശ്യം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിട്ടുള്ള ശ്രീ സേതുവുമായി ഈ കൃഷ്ണപിള്ള സാറിനെ കുറിച്ച് സംസാരിക്കാനും അറിയാനും വേണ്ടി ചെന്നപ്പോൾ
സേതു UC കോളേജിൽ പഠിച്ചത് ഹിന്ദി വിഷയമായിട്ട് എടുത്താണ് പഠിച്ചത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് UC കോളേജിൽ പഠിപ്പിക്കുന്നത് മലയാളം വിഷയമാണ്. മറ്റ് എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരവരുടെ ക്ലാസ്സിൽ ഇരിക്കാതെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പഠിപ്പിക്കുന്ന മലയാള ക്ലാസ്സിൽ വന്നിരുന്ന് ക്ലാസ്സുകൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ച് ആ ക്ലാസ്സിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അവരുടെ ക്ലാസ്സിൽ അവരിരിക്കാറില്ല. കുറ്റിപ്പുഴയുടെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചു വളർന്ന സേതുവിന്റെ അനുഭവം ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കുറ്റിപ്പുഴയെ നേരിട്ടറിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിത്വമാണ് K. വേണു. അദ്ദേഹത്തിനെ നേരിട്ട് സംസാരിക്കാനായിട്ടും കുറ്റിപ്പുഴയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിച്ചു. ഞങ്ങൾക്ക് അവസരം കിട്ടിയത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നാട്ടുകാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം K. വേണു പറഞ്ഞത്, നിങ്ങൾ എത്ര രാത്രി വരെ വേണമെങ്കിലും ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം, കുറ്റിപ്പുഴയെ കുറിച്ചായാലും അല്ലാത്തതിനെ കുറിച്ചായാലും. എന്തായാലും ഞങ്ങൾ അതെല്ലാം സംസാരിച്ചു. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കാരണം ഇരുട്ട് വീണു തുടങ്ങി, എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനുണ്ട്. ആദ്യമായിട്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നത് വായനശാലയുടെ പ്രസിഡന്റാണ് ശ്രീ VK പുഷ്പാങ്കദൻ അവർ. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഇവിടെ തുടങ്ങാനിരിക്കുന്ന വായനശാലയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. MP അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് തേലത്തുരുത്ത് EMS വായനശാലയിൽ 5 പരിപാടികൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പരിപാടി ഇന്ന് 6 മണിക്കാണ് അവിടെ നടക്കുന്നത്. അതിന്റെ മുഖ്യ സംഘാടകനാണ് നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ PR സത്യൻ അവർ. ഞാൻ ഈ പരിപാടി വിളിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ പരിപാടികളിലൂടെ പങ്കെടുക്കാമെന്ന് പറയുകയും എന്നെ 6 മണിക്കുള്ളിൽ പോകാൻ അനുവദിക്കണമെന്നും എന്നോട് പറയുകയുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സദസ്സിനെ ഗംഭീരമാക്കിയ ശ്രീ PR സത്യൻ അവർ, അദ്ദേഹത്തിന് ഞാൻ ഈ വായനശാലയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വായനശാല, ഈ ചെറിയ തേക്കാനം വായനശാല ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ജൂലൈ മുതൽ ഞങ്ങൾ ഇവിടെ പല പ്രാവശ്യം കൂടിയിരുന്നിട്ടുണ്ട്. അങ്ങനെ ഈ വീട്ടുമുറ്റത്താണ് മിക്ക പ്രാവശ്യവും കൂടിയിരിക്കാറുള്ളത്. പലപ്പോഴും കായ്ക്കാത്തുരുത്ത് ഭാഗത്തൊക്കെ പല പ്രാവശ്യങ്ങളും കൂടിയിരുന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ KK ആണ് നമുക്ക് സ്വാഗതം പറഞ്ഞത്. ഈ കുടുംബത്തിലെ ഗൃഹനാഥനും കൃഷ്ണകുമാറിന്റെ അച്ഛനായിട്ടുള്ള കുട്ടികൃഷ്ണൻ ചേട്ടനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഔപചാരികതയുടെ പേരിൽ മാത്രം ഒരു നന്ദിയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ജോബി മാഷിന്റെ സേവനങ്ങൾ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ജന്മശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ആലോചിച്ച അന്നു മുതൽ ഇന്നു വരെ അക്ഷീണം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയ്ക്ക് ഇല്ലാതിരുന്നിട്ടില്ല. ഇന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് സവിസ്തരം നമുക്ക് നല്ലൊരു പ്രഭാഷണം നടത്തി നൽകിയ ജോബി വർഗീസ് മാഷിനെ ഞാൻ നിങ്ങളുടെ പേരിലും വായനശാലയുടെ പേരിലും എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ ആശംസ നടത്താമെന്ന് പറഞ്ഞിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ CK കാസിം, അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഒരു കല്യാണത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. കീഴ്മാടാണ്. എത്തിച്ചേരാൻ പറ്റുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വാർഡിലെ 13ാം വാർഡിലെ മെമ്പർ ശ്രീ MP മനോഹരൻ ചേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഈ പരിപാടികളുടെ തുടക്കം മുതൽ, അതായത് സ്വാഗത സംഘ രൂപീകരണം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പരിപാടികളിലും വളരെ കൃത്യമായ നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹം സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമോ ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത്തരം പരിപാടികൾക്കൊന്നും പോവില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ തന്നെ ഭാര്യയുടെ ആങ്ങളയുടെ മകളുടെ വിവാഹമാണ്. ഇന്ന് രാവിലെ മുതൽ ആ വിവാഹത്തിൽ പങ്കെടുത്ത് വൈകുന്നേരം അടുത്ത പരിപാടി എന്താ പറയാ ആ വധുവരന്മാർക്കുള്ള പ്രത്യേക ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയുടെ പേരിൽ നിങ്ങളുടെ ഏവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദിയിൽ ഒതുക്കാവുന്നതല്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ തുടങ്ങാൻ പോകുന്ന വായനശാലയ്ക്ക് വേണ്ടി സ്ഥലം സൗജന്യമായി വിട്ടു നൽകാം എന്ന് പറഞ്ഞ ഇവിടുത്തെ സഹൃദയനായിട്ടുള്ള ശ്രീ KG ഗോപിനാഥൻ പിള്ള, അദ്ദേഹത്തിന് ഈ വായനശാലയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.
ഒരു പുതിയ വായനശാല തുടങ്ങണം എന്ന ഒരു ചിന്തയോടുകൂടി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ആ അഡ്ഹോക് കമ്മിറ്റിയുടെ ഇനി ആ വായനശാല യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി മാറി പുതിയ ഭരണസമിതിയെല്ലാം വരും എന്നുള്ളതറിയാം. എന്നാലും ആ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും നമുക്കിവിടെ ആശംസകൾ പറയുകയും ചെയ്ത ശ്രീ മോഹനൻ കെ എ അവർക്ക് ഞങ്ങളുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ സഹപാഠിയും ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചതാണ് ഇവിടുത്തെ ഈ വായനശാലയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ സെക്രട്ടറി. അദ്ദേഹം ശ്രീ ജിനേഷ് കെ ജെ. അദ്ദേഹത്തിന് ഞാൻ ഔപചാരികതയുടെ പേരിൽ നിങ്ങൾ എവരുടെയും പേരിലും ഞങ്ങൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. കാരണം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നപ്പോൾ പുസ്തകങ്ങളായോ നിങ്ങൾ നേരിട്ടോ വന്ന് ഈ പരിപാടിയിൽ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ ഏതാണ്ട് 4 മണി മുതൽ ഇപ്പോ 5:30, 6 മണി സമയമായി 9:10 ഇത്രയും സമയം ഇവിടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങൾ ഓരോരുത്തർക്കും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ പേര് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സ്റ്റാഫ് ശ്രീമതി ശോഭ ഞാനാകെ ഒരു പ്രാവശ്യമാണ് നേരിട്ട് വിളിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വിളിച്ചത് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഒരിക്കൽ ഇതിക്ക് മുമ്പ് കണ്ടിട്ടുമുണ്ട്, അതല്ലാതെ നേരിട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ശോഭ ഇന്നത്തെ ദിവസം ഇവിടെ നമ്മളോടൊപ്പം ഇരുന്നു. പ്രത്യേകിച്ച് ഏതാണ്ട് 4 മണി വരെ ലൈബ്രറി കൗൺസിലിന്റെ ഒരു മത്സര പരീക്ഷ ഇന്ന് ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നുണ്ട്. ആ മത്സര പരീക്ഷയിൽ അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓടിയെത്തിയത്. നമുക്ക് വേണ്ടി എത്തിയ ശ്രീമതി ശോഭയെ ഞാൻ നിങ്ങളുടെ ഏവരുടെ പേരിലും എന്റെ പേരിലും വായനശാലയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഇവിടെ തുടങ്ങാനിരിക്കുന്ന വായനശാലയ്ക്ക് ലൈബ്രറി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ആവശ്യമായി ഏറ്റവും കുറഞ്ഞത് 1000 പുസ്തകങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഓരോ കുടുംബത്തിൽ നിന്നും നിങ്ങൾ വായിച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വായിച്ചതോ ആയിട്ടുള്ള ഒരു പുസ്തകം എങ്കിലും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 1000 പുസ്തകം വളരെ എളുപ്പത്തിൽ ഇവർക്ക് സംരംഭിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. ഏകദേശം 100-200 പുസ്തകങ്ങളിലധികം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാലയും ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും മറ്റുള്ള പ്രമുഖ വ്യക്തികളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കൂടി സഹകരണം ആവശ്യമാണ്. എല്ലാവർക്കും ആ ഒരു അഭ്യർത്ഥന സ്വീകരിക്കണമെന്നുള്ള ഒരു വാക്കുകൂടി ഞാൻ എൻ്റെ നന്ദി പ്രസംഗം ഇവിടോട് നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.